നമസ്കാരം. ഹോളി റീജിയൻകാർക്ക് മാർക്ക് ഫില്ലർ എവിടെയുണ്ടെന്നുള്ള വിവരം പാസ് ചെയ്ത ഹൂ ജിയാനോട് അവർ പോയി കഴിഞ്ഞതും നാൻകോവ് ചോദിച്ചു, മാസ്റ്റർ എന്തിനാ അവർക്ക് മാർക്കിന്റെ വിവരം കൊടുത്തത്? മാസ്റ്റർക്ക് തന്നെ മാർക്കിനെ കൊന്നൂടെ? മാസ്റ്റർക്ക് മാർക്കിനെ കൊന്നാൽ മാർക്കിന്റെ കൈവശമുള്ള എല്ലാം മാസ്റ്റർക്ക് തന്നെ കിട്ടില്ലേ? അവന്റെ ചോദ്യം വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്. അവന്റെ ചോദ്യം കേട്ടതും നാൻകോവ് അവനോട് പറഞ്ഞു, നാൻകോവ്, മാർക്കിനെ അവസാനിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നം മാർക്കുമായി ബന്ധിപ്പിച്ചുണ്ട്. മാർക്കിനൊപ്പമുള്ള ആ നിർവ്വാണ ബോഡിക്കാരി ആള് കുഴപ്പക്കാരിയാണ്. അവള് അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നിടത്തോളം മാർക്കിനെ ആക്രമിക്കാൻ ലേശ പാടുണ്ട്. പക്ഷെ അത് എങ്ങനെയും മറികടക്കാം എന്ന് വിചാരിക്കും. എന്നാലും വേറൊരു പ്രശ്നമുണ്ട്. മാസ്റ്റർ, എന്താ പ്രശ്നം? നാൻകോ, ഞാൻ ഒരുപാട് തവണ ഈ മാർക്കിന്റെ സ്പെസിഫിക് ലൊക്കേഷൻ കണ്ടെത്താൻ വേണ്ടി ഒരു ഡിഡക്ഷൻ നടത്തിയിരുന്നു. ഞാൻ പഠിച്ച എല്ലാ ടെക്നിക്കുകളും ഉപയോഗിച്ച് അതീവ സമർത്ഥമായിട്ടാണ് ഞാൻ അവൻ്റെ ലൊക്കേഷൻ ഡിഡക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഞാൻ അവൻ്റെ അടുത്തേക്ക് എൻ്റെ ഡിവൈൻ സെൻസിനെ അയക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു തടസ്സം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാസ്റ്റർ പറയുന്നത്, നാൻകോ, അവന് ചുറ്റും അദൃശ്യമായ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആരോ ഒരാൾ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത ശൈലിയിൽ ശക്തമാണ് ഹൂ ജിയാന്റെ ആ ഡിവൈൻ സെൻസ് ഉപയോഗിച്ചുള്ള അന്വേഷണം എന്ന് പറയുന്നത്. അയാളുടെ ആ ഡിഡക്ഷൻ ടെക്നിക്ക് ഏത് മതിലും മറികടക്കും, ഏത് പ്രതിരോധവും മറികടക്കും. എന്നിട്ടും മാർക്കിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ അയാൾക്ക് പറ്റുന്നില്ല. അന്ന് വളരെ യാദൃശ്യവശാൽ അയാൾ നടത്തിയ ആ ആകസ്മികമായിട്ടുള്ള അറ്റാക്കിൽ മാർക്കിന്റെ ഉള്ളിലേക്ക് അയാളുടെ ഡിവൈൻ സെൻസിൽ നിന്ന് ഒരു അംശം കയറ്റിവിടാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അയാൾക്ക് മാർക്കിന്റെ ആ പൊസിഷൻ അറിയാൻ പറ്റിയിരിക്കുന്നത്. കൂടുതൽ ശക്തമായി മാർക്കിലേക്ക് പ്രവേശിക്കാൻ അയാൾക്ക് പക്ഷേ പറ്റുന്നില്ല. അതിന് അയാൾ ശ്രമിക്കുമ്പോൾ അയാൾ ആരോ തടയുകയാണ്. ആ തടയുന്ന ആൾ ആരാണെന്ന് കണ്ടെത്താൻ ഹൂ ജിയാൻ ഒരു ശ്രമമൊക്കെ നടത്തിയതാണ്. പക്ഷേ ആ ആളിന്റെ രൂപമോ അയാളുടെ പ്രസൻസോ അയാൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഹൂ ജിയാനേക്കാൾ ഒരുപാട് മടങ്ങ് ശക്തി കൂടിയ ഒരാളാണ് അയാളുടെ ആ ഡിവൈൻ സെൻസുള്ള അറ്റാക്കിനെ പ്രതിരോധിക്കുന്നത്. നാൻകോങ്ങിനോട് ഹൂ ജിയാൻ ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി. ഈ സംഭവവികാസങ്ങളൊന്നും മാർക്ക് ഫില്ലർ അറിയുന്നില്ല. മാർക്ക് അവിടെ ആ സുമേരു റിങ്ങിനകത്ത് സുമേരു എനർജി ഉപയോഗിച്ച് ആ റിങ് അങ്ങ് വലുതാക്കിയിരിക്കുകയാണ്. ശരിക്കും സുമേരു എനർജി ആ റിങ്ങിലേക്ക് പ്രവേശിച്ച് ആ റിങ്ങിലെ കേടുപാടുകൾ തീർത്ത് കഴിഞ്ഞപ്പോൾ മുതൽ ആ റിങ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ശൈലിയിൽ 3-4 ഫുട്ബോൾ കോർട്ടിന്റെ അത്രയും വലിപ്പത്തിലേക്ക് ആ സുമേരി റിങ് വളർന്നിരിക്കുകയാണ്. അത് കണ്ട അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതൊരു അസാമാന്യ സൃഷ്ടിയാണ്. ശരിക്കും എൻ്റെ കയ്യിൽ ഈ സുമേരി റിങ് കിട്ടുമ്പോൾ ഞാൻ കരുതിയിരുന്നില്ല ഇതിന് ഇത്രയും വലിപ്പമുണ്ടെന്ന്. ഒരു വലിയ സേനയെ തന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന ശൈലിയിൽ ആരോ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ആ സുമേരു റിങ്. ആ സുമേരു റിങ്ങിലെ ആ സുമേരു എനർജിക്ക് വല്ലാത്തൊരു കപ്പാസിറ്റി ഉണ്ട്. അതിന് ആ റിങ്ങിന് ഉണ്ടാകുന്ന കേടുപാടുകൾ സ്വയം നന്നാക്കാൻ കഴിയുന്നു മാത്രമല്ല, അകത്തുള്ള ആളുകളെയും വേണ്ട രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഉണ്ട്. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത അഡ്വാൻറ്റേജായി മാറി. മാർക്ക് ആ റിങ്ങിനകത്തുള്ള എല്ലാ ആളുകൾക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള എനർജി അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കൊടുക്കുകയാണ്. ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഇപ്പോൾ അതിനകത്തുണ്ട്. മാർക്ക് അതിനകത്ത് ആ ക്യുരൻ കുടുംബത്തിന്റെ ആ സ്പിരിച്വൽ ട്രീ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ സ്പിരിച്വൽ ട്രീക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കാൻ പറ്റും. മാർക്കിന്റെ റിങ് ഇപ്പോൾ ആകാശത്തിലൂടെ അങ്ങ് പാഞ്ഞു നടക്കാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി നേടിയിട്ടുണ്ട്. എന്നാലും മാർക്ക് ആ റിങ് ഒരു സ്ഥലത്ത് സ്ഥാപിച്ചിട്ട് അതിന്റെ പുറത്തിറങ്ങി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ തൊട്ട് സമീപത്ത് ചാങ്റയും മിലിയും ജൂവും ചാങ്മാങ്ങും എല്ലാം ഉണ്ട്. പിയാവോയും അതുപോലെ ജീനയൊക്കെ മാർക്കിന്റെ നിർദ്ദേശം അനുസരിച്ച് വിവിധ സ്ഥലങ്ങളിലായി അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിയാവോയുടെ ഒപ്പം ഒരു വലിയ ടീമുണ്ട്. അതുപോലെ തന്നെയാണ് ജീനയുടെ ടീമും. അവരൊക്കെ കൾട്ടിവേഷനിലാണ്. ഹീമാന്റെ സഹോദരി മാർക്കിനൊപ്പമുണ്ട്. അവളും കൾട്ടിവേറ്റ് ചെയ്യാണ്. ശരിക്കും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അവരെത്തിയതിൻ്റെ ആ ഒരു അവസരത്തെ അവരെല്ലാവരും വിനിയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന് ചില ആളുകളുടെ സാന്നിധ്യം ഫീൽ ചെയ്തു തുടങ്ങി. അവിടേക്ക് അതിശക്തരായ ആരൊക്കെയോ വരുന്നുണ്ടെന്നുള്ള ഒരു ഫീലാണ് മാർക്കിന് അനുഭവപ്പെട്ടത്. അത് മനസ്സിലാക്കിയതും മാർക്ക് അയാൾക്ക് ചുറ്റുമുള്ള ആളുകളോട് അതിവേഗം സുമേരു റിങ്ങിനകത്ത് കടക്കാൻ പറഞ്ഞു. മാർക്ക് ഫില്ലർ ജൂ ഉൾപ്പെടെയുള്ള സകല ആളുകളെയും സുമേരു റിങ്ങിനകത്ത് കയറ്റിയതിനു ശേഷം ആ റിങ്
ഒന്ന് റെഡ്യൂസ് ചെയ്ത് മാർക്കിന്റെ ആ കയ്യിലേക്ക് ഇട്ടു. ഇപ്പോൾ അവിടെ ഉള്ളത് മാർക്ക് ഫില്ലർ മാത്രമാണ്. മാർക്ക് അവിടെ അങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ മാർക്കിന്റെ സമീപത്തായി അനവധി ആളുകൾ ആകാശത്തൂടെ വന്നിറങ്ങി. ശരിക്കും അതിശക്തരായ ഒരു കൂട്ടം ആളുകളാണ് അവിടെ വന്നിറങ്ങിയത്. അവര് അവിടെ വന്നിറങ്ങിയതും മാർക്ക് ഫില്ലർ കണ്ണു തുറന്നു. ധ്യാനത്തിലിരിക്കുന്ന മാർക്കിനെ കണ്ടതും നീ യുക്സിയാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ അവസാനിച്ചടാ. മാർക്ക്, നീ വിചാരിച്ചു നിനക്ക് അങ്ങ് ഓടി ഒളിക്കാമെന്ന്. മാർക്ക്, അത് നടക്കില്ലടാ. നിന്നെ ഞങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നീ ഉക്സിയാവോ അത് പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, ഞാനും നിന്നെ കാത്തിരിക്കുകയാണ്. നിന്നെ അവസാനിപ്പിക്കാനുള്ള സമയമായെന്ന് എനിക്കൊരു തോന്നലുണ്ട്. മാർക്ക് അത് പറഞ്ഞതും ജി ആവോ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. മാർക്ക്, നീ എങ്ങനെയാണ് ജി കുടുംബത്തിന്റെ ആ മാർക്ക് നിനക്കൊപ്പമുള്ള ആളുകളിൽ നിന്ന് ഒഴിവാക്കിയത്? സകല ആളുകളെയും ആ ജി കുടുംബത്തിന്റെ ഇമ്മോർട്ടൽ എംബറുടെ പ്രത്യേക ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരുന്നതാണ്. പക്ഷെ ആ ബന്ധനത്തിൽ നിന്ന് മാർക്കിന് ഒപ്പമുള്ള ആളുകൾ രക്ഷപ്പെട്ടു എന്ന കാര്യം ജി ആവോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ജി ആവോ ആ ചോദ്യം ചോദിച്ചത്. അയാളുടെ ആ ചോദ്യത്തിന് മാർക്ക് ഉത്തരം പറയും മുമ്പ് നീ ഉക്സിയാവോ മാർക്കിനെ നോക്കി അലറി, മാർക്ക്, നിന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഒന്ന് മുന്നോട്ട് കുതിച്ചതും അയാളുടെ കയ്യിൽ അതിശക്തമായ ഒരു വാള് പ്രത്യക്ഷപ്പെട്ടു. ആ വാളുമായി ആകാശത്തേക്ക് പറന്നുയർന്ന നീ ഉക്സിയാവോ ഒരൊറ്റ വെട്ട് ആകാശത്തെ രണ്ടായി കീറി പിളർത്തിക്കൊണ്ട് അതിശക്തമായ ഒരു സോഡ് ലൈറ്റ് മാർക്ക് ഫില്ലർക്കെതിരെ പാഞ്ഞു വന്നതും മാർക്ക് ഫില്ലർ തന്റെ വലത് കൈ ഉയർത്തി ആ സോഡ് ലൈറ്റിലേക്ക് ആഞ്ഞൊരൊറ്റ ഇടി. കണ്ണഞ്ചിക്കുന്ന വേഗതയിലുള്ള മാർക്ക് ഫില്ലറുടെ ഇടിയും അതേ വേഗതയിലുള്ള ആ സോഡ് ലൈറ്റും അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ മാർക്കിന്റെ വലതു ഭാഗത്തേക്ക് സാക്ഷാൽ യാവോ നൈനാൻ എത്തി. ആ സുന്ദര കിലാടി യാവോ നൈനാൻ മാർക്കിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നതും അവന്റെ കൈ ഒന്ന് അനങ്ങിയതും ആ കൈ അനക്കത്തിന്റെ ഫലമായിട്ട് അവന്റെ ഒപ്പമുള്ള ആ ശവപ്പെട്ടിൽ നിന്ന് ആ ഗോസ്റ്റ് പുറത്തുചാടിയതും ഒരേ നിമിഷത്തിലാണ്. ട്രിബുലേഷൻ ലെവലിലെ ആ ഗോസ്റ്റിന്റെ പവർ അതിശക്തമാണ്. ആ ഗോസ്റ്റും യാവോ നൈനാനും മാർക്കിന്റെ വലത് ഭാഗത്ത് നിന്ന് മാർക്കിനെ ആക്രമിക്കുമ്പോൾ മാർക്കിന്റെ ഇടതു ഭാഗത്തേക്ക് ആ ഷീ കുടുംബത്തിന്റെ ആ യോദ്ധാവെത്തി. അയാളും മാർക്കിനെ ആക്രമിച്ചു തുടങ്ങുമ്പോൾ തൊട്ടു പുറകിലായി സാക്ഷാൽ ടെങ് സിന്നർ എത്തി. ടെങ് സിന്നറുടെ ശബ്ദം മാർക്കിനെ കേൾക്കാം. മാർക്ക്, സോറി, നിന്നെ അവസാനിപ്പിക്കാൻ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞു. 4 ഭാഗത്തു നിന്നും മാർക്കിനെ ആളുകൾ അറ്റാക്ക് ചെയ്യുന്ന ആ നിമിഷത്തിൽ മാർക്ക് ഫില്ലർ മുന്നോട്ട് കുതിച്ച മാർക്ക് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ നീ ഉക്സിയാവയുടെ അടുത്തെത്തി കഴിഞ്ഞു. നീ ഉക്സിയാവയുടെ തൊട്ടടുത്തെത്തിയ മാർക്ക് അവന്റെ ആ സോഡ് ലൈറ്റിനെ പ്രതിരോധിച്ചത് മാത്രമല്ല ഇടത് കൈകൊണ്ട് ആ സ്പേസ് അങ്ങ് ഫ്രീസ് ചെയ്യുകയും ചെയ്തു. മാർക്കിന്റെ ഇടത് കൈകൊണ്ടുള്ള ആക്ഷൻ വഴി നീ ഉക്സിയാവോ നിൽക്കുന്ന ആ എൻ്റെ പ്രദേശവും മാർക്കിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നു. ആ നിമിഷത്തിൽ മാർക്കിന്റെ ഇടതും വലതുമായി മാർക്കിനെ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാർക്കിന്റെ ബോഡിയിൽ സ്പർശിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അതല്ല പുറകിൽ നിന്ന് മാർക്കിനെ ആക്രമിക്കുന്ന ടിങ് സിന്നറുടെ അവസ്ഥ. അവന്റെ കയ്യിൽ അതിശക്തമായ ഒരു കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് അവൻ മാർക്കിന്റെ ബോഡിയിലേക്ക് അവൻ ആഞ്ഞു കുത്തിയതും അവന്റെ കത്തി തൊട്ട സ്ഥലത്ത് ഒരു പ്രതലം പതുക്കെ ആ കത്തി തടുത്തു. കത്തിയെ ആ പ്രതലം തടുത്തതും ആ പ്രതലത്തെ തകർത്തുകൊണ്ട് ആ കത്തി മുന്നോട്ട് കയറി. ഉടൻ അടുത്തൊരു പ്രതലം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിനെ ആ കത്തി തകർത്തു. ഉടൻ 3ാമത്തെ പ്രതലം. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ അനവധി പ്രതലങ്ങൾ അവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ടെങ് സെന്നറെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് നേർത്ത മതിലുകൾ മാർക്കിന്റെ പുറകിൽ ഉണ്ടായിരിക്കുകയാണ്. മാർക്ക് സിന്നറെ നോക്കുന്ന പോലുമില്ല. മാർക്കിന്റെ ബോഡിക്ക് പുറകിലായി മതിലുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ആ മതിലുകളൊക്കെ തകർത്ത് സിന്നറുടെ ആ കത്തിക്ക് മുന്നേറാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായതും സിന്നർ ആ കത്തി വലിച്ചൂരി ആകാശത്തേക്ക് ഉയർത്തി. അയാൾ ആകാശത്തേക്ക് ഉയർത്തിയതും ആകാശത്ത് പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടായി. അതിശക്തമായ മിന്നൽ ആകാശത്ത് നിന്ന് ആ നിമിഷത്തിൽ താഴേക്ക് പാഞ്ഞു വന്ന് ആ കത്തിയിലേക്ക് വന്ന് പതിച്ചു. ശരിക്കും ആകാശത്ത് നിന്ന് പവർ സിന്നർ വലിച്ചെടുത്തു എന്ന് പറയാം. അല്ലെങ്കിൽ ആകാശത്തെ പവർ സിന്നർ താൽക്കാലികമായി കടം വാങ്ങിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം. അങ്ങനെ കടം വാങ്ങിച്ച പവർ ആ കത്തിയിലേക്ക് എങ്ങനെ ആവാഹിച്ച സിന്നർ ശക്തമായി ഒരൊറ്റ കുത്ത്. മാർക്ക് ഫില്ലർക്ക് തന്റെ പുറകിലേക്ക് പാഞ്ഞു വരുന്ന കത്തിയുടെ പവർ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ആ നിമിഷത്തിൽ മാർക്കിന്റെ ഇടതും വലതും മാർക്കിന്റെ ആ ഫയർ ഡ്രാഗൺസ് അലറിക്കഴിഞ്ഞു. ഇടതുവശത്തുണ്ടായിരുന്ന ആ ഷീ കുടുംബത്തിലെ യോദ്ധാവും
വലതുവശത്തുണ്ടായിരുന്ന ആ പ്രേതവും നയനാനും ഒക്കെ ആ നിമിഷത്തിൽ ദൂരേക്ക് തെറിച്ചു. അവർ ദൂരേക്ക് തെറിച്ചതും ബാക്കിയുള്ള ആ ഹോളി റിജിൽ ആളുകളൊക്കെ മാർക്കിനെ ആക്രമിക്കാൻ വന്നതും റിങ്ങിനകത്തുനിന്ന് ചാങ്റയും മിലിയും ജൂവും ചാങ്മെങ്ങും ഒരുമിച്ച് പുറത്തേക്ക് ചാടി. അവര് മാർക്കിനെ ആക്രമിക്കുന്ന ആ യാവോ കുടുംബക്കാരനെയും അതുപോലെ ഷീ കുടുംബക്കാരനെയും നേരിട്ടോടുകൂടി മാർക്കിന്റെ തൊട്ടുമുന്നിൽ സാക്ഷാൽ നീ ഉക്സിയാവോ മാത്രമായി. നീ ഉക്സിയാവോയോട് മാർക്ക് പറഞ്ഞു, ഏയ് ഉക്സിയാവോ, നിന്നെ അവസാനിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ഇതാ ഞാൻ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഉക്സിയാവോയോട് മാർക്ക് പറഞ്ഞതും മാർക്കിന്റെ പുറകുവശത്ത് ആ പാത്ത് ഓഫ് ഹെവന്റെ ശക്തി കടം വാങ്ങിയ സിന്നർ ആ കത്തി കൊണ്ട് ആഞ്ഞു കുത്തുമ്പോൾ ആ കാഴ്ച കണ്ട മുന്നിലുള്ള ഉക്സിയാവോ മാർക്കിനോട് പറഞ്ഞു, നീ നിന്റെ ആ വഴിപിഴച്ച പെണ്ണും രണ്ടും കുഴപ്പക്കാരാണ്. എമിലി ബ്ലാക്കിനെ കുറിച്ച് ഉക്സിയാവോ ആ വാക്കുകൾ പറഞ്ഞതും മാർക്കിന്റെ ഇടത് കൈ ഒന്ന് ജ്വലിച്ചതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിന്റെ ഇടത് കൈയിലേക്ക് ആ സൂലൻ ഗ്ലൗവിൽ നിന്ന് ശക്തമായ ഒരു പ്രകാശം ഉക്സിയാവയുടെ തലയ്ക്ക് നേരെ പാഞ്ഞു വന്നതും ഉക്സിയാവയുടെ തല കഷ്ണങ്ങളെ ചിതറിയതും ഒരേ നിമിഷത്തിലാണ്. ഉക്സിയാവയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അയാളുടെ തല കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത ശൈലിയിൽ അങ്ങ് ചെറു ചെറു തരികളായി ചിതറി. ആ നിമിഷത്തിൽ തന്നെ മാർക്ക് ഫെല്ലർ അതിവേഗം കറങ്ങുകയും ആ സൂലന്റെ കൈ തന്റെ പുറകിൽ നിൽക്കുന്ന ആ ടെൻ സിന്നറുടെ നേരെ പാഞ്ഞു വരികയും ചെയ്തു. ടെൻ സിന്നറുടെ ആ കത്തിയിലേക്ക് മാർക്ക് ഫെല്ലറുടെ ആ സൂലൻ ഗ്ലൗ ആഞ്ഞിടിച്ചതും അവിടെ ഒരു ഉഗ്ര സ്ഫോടനം ഉണ്ടായി. തീപ്പൊരികൾ ചിതറുകയും പ്രകാശം സകല സ്ഥലവും വിഴുങ്ങുകയും ചെയ്ത ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ യാങ് മെങ്ങിനെയും കൂടെയുള്ള മുഴുവൻ ആളുകളെയും വലിച്ച് സുമേരു റിങ്ങിനകത്ത് കയറ്റിട്ട് ഒരൊറ്റ പാച്ചിൽ. എന്താണ് സംഭവിച്ചതെന്ന് ഏതാനും സെക്കൻഡ് നേരത്തേക്ക് ടെൻ സിന്നർക്കും കൂടുതലുള്ള ആളുകൾക്കും മനസ്സിലായില്ല. ആ പ്രകാശം ഒന്ന് അടങ്ങുമ്പോൾ അവിടെ മാർക്ക് ഫെല്ലർ ഇല്ല. മാർക്ക് പോയ വഴി പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ശൈലിയിൽ മാർക്ക് അപ്രത്യക്ഷമായിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഒരു കാഴ്ച അവർക്ക് കാണാം. ആകാശത്തുണ്ടായിരുന്ന നീ ഉക്സിയാവോ താഴെ വീണ് കിടക്കുകയാണ്. ആ എൻറ്റിയർ ടീമും ഉക്സിയാവയുടെ ചുറ്റും വന്നു കൂടിയപ്പോൾ സകലരുടെയും ശരീരത്തിലൂടെ ഒരു വിറയൽ അങ്ങനെ കടന്നു വരികയാണ്. നീ കുടുംബത്തിലെ അതിശക്തനായ എൽഡറാണ് അവിടെ തലയില്ലാതെ കിടക്കുന്നത്. അയാളുടെ തല മാർക്ക് ഫെല്ലർ കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത ശൈലിയിൽ ഇടിച്ച് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ചെറു തരികളായി ആ തല ചിതറിപ്പോയിരിക്കുകയാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള പഞ്ചാണ് മാർക്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇപ്പോ ഭയന്ന് വിറയ്ക്കുന്നത് നൈനാനാണ്. മാർക്ക് ഫെല്ലർക്ക് വേണമെങ്കിൽ ആ കൈ വലത്തേക്ക് തിരിച്ച് നൈനാനെ ഇടിക്കാമായിരുന്നു. നൈനാനെ മാർക്ക് കൈവച്ചിരുന്നുവെങ്കിൽ നൈനാൻ അവിടെ അവസാനിച്ചിനെ. അതേ ചിന്ത തന്നെയാണ് ഇടതുവശത്തുണ്ടായിരുന്ന ആ ഷീ കുടുംബത്തിലെ യോദ്ധാവിനുമുള്ളത്. ശരിക്കും ഒരു ഭയം അവർക്ക് രണ്ടുപേർക്കുമുണ്ട്. കാരണം അവരായിരുന്നു മാർക്കിനെ ഏറ്റവും അടുത്തുണ്ടായിരുന്നത്. മാർക്കിന്റെ പുറകിലുണ്ടായിരുന്ന ടെൻ സിന്നർ യഥാർത്ഥത്തിൽ മാർക്കിന്റെ ആ അറ്റാക്ക് കൃത്യമായി കണ്ടിട്ടില്ല. അയാള് മാർക്കിനെ ആഞ്ഞു കുത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. സകലരും അമ്പരം നിൽക്കുമ്പോൾ സിന്നർ എല്ലാവരോടായി പറഞ്ഞു, ഈ പാത്ത് ഓഫ് ഹെവൻ നമ്മളെ നിയന്ത്രിക്കുന്നിടത്തോളം കാലം ഇനി നമുക്ക് മാർക്കിനെ ഒന്നും ചെയ്യാനാവില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ പാത്ത് ഓഫ് ഹെവൻ മാറും. ഗോൾഡൻ പാത്ത് ഓഫ് ഹെവൻ എത്തും. അപ്പോൾ നമുക്ക് ട്രിബുലേഷൻ ലെവലിലെ ശക്തി ഉപയോഗിച്ച് മാർക്കിനെ തോൽപ്പിക്കാനാവും. അതുവരെ മാർക്കിനെ നമ്മൾ തൊടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അവിടെ നടന്ന യുദ്ധത്തെ അനലൈസ് ചെയ്തുകൊണ്ട് ടെൻ സിന്നർ ശരിക്കും വ്യക്തമായ ഒരു ധാരണയിൽ എത്തിയിരിക്കുകയാണ്. സിന്നർ ആ പറഞ്ഞ കാര്യം അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. മാർക്ക് ഫെല്ലർ അവരുടെ കൺമുന്നിൽ വെച്ചാണ് ആ നീ കുടുംബത്തിന്റെ എൽഡറെ കൊലപ്പെടുത്തിയത്. അവർക്കാർക്കും അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരൊക്കെ 9th ലെവലിലെ ട്രൂ സെയിന്റുകളാണ്. മാർക്ക് ഇപ്പോഴും 4th ലെവലുകാരനാണ്. 4th ലെവലിൽ നിൽക്കുന്ന ഒരാള് 9th ലെവലിലെ ആ കൂട്ടത്തിനിടയിൽ നിന്ന് 9th ലെവലിൽ തന്നെയുള്ള ഒരാളെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അതങ്ങോട്ട് വിശ്വസിക്കുക? പക്ഷെ അവരുടെ കൺമുന്നിൽ അത് സംഭവിച്ചത്. അതിന്റെ കാരണവും അവന്മാർക്കറിയാം. മാർക്കിന്റെ കയ്യിലുള്ള ആ സൂലിൻ ഗ്ലൗ അത് വളരെ പവർഫുൾ ആണ്. ആ കാര്യം ആ ഷീ കുടുംബത്തിലെ യോദ്ധാവ് പറഞ്ഞതും നൈനാൻ എല്ലാവരോടായി പറഞ്ഞു. അത് മാത്രമല്ല കാരണം, മാർക്ക് നമ്മളെക്കാൾ ശക്തനാണ്. നൈനാന്റെ എതിരാളിയാണ് മാർക്ക് ഫെല്ലർ. പക്ഷേ മാർക്കിന്റെ ശക്തി അതിപ്പോ അവന് ശരിക്കും ബോധ്യമായിരിക്കുകയാണ്. അവൻ അവന്റെ കൺകോണിലൂടെ ആ കാഴ്ച കണ്ടതാണ്. മാർക്ക് ഫെല്ലർ ആ തല ഇടിച്ചു തെറിപ്പിച്ചിട്ട് നൈനാനെ ഒന്ന് നോക്കിയ നോട്ടം. വേണമെങ്കിൽ മാർക്കിന് ആ നിമിഷം നൈനാനെ അവസാനിപ്പിക്കാമായിരുന്നു. മാർക്ക് അത് ചെയ്തില്ല. മാർക്ക് അവനെ നോക്കിയ നിമിഷത്തിൽ അവന്റെ പെരുവിരൽ മുതൽ തല വരെ ഒന്ന് വിറച്ചിരുന്നു. ആ വിറയിൽ ഇപ്പോഴും അവന്റെ ദേഹത്ത് അനുഭവപ്പെടുന്നുണ്ട്.
ഈ സംഭവവികാസങ്ങൾ അവിടെ അങ്ങനെ അരങ്ങേറുമ്പോൾ മാർക്ക് ഫെല്ലർ ആ സുമേരു റിങ്ങുമായി ഒരുപാട് ദൂരത്തേക്ക് പോയി കഴിഞ്ഞു. ഒത്തിരി ദൂരത്തേക്ക് മാർക്ക് എത്തിയതും മാർക്ക് ആ സുമേരു റിങ്ങിനകത്തേക്ക് കയറി. മാർക്കിനെ കണ്ടതും എല്ലാ ആളുകളും സന്തോഷത്തോടുകൂടി മാർക്കിന് ചുറ്റും കൂടി. ചാങ് വാങ് വല്ലാത്ത സന്തോഷത്തിലാണ്. മാർക്ക് കുറെ നാളുകൾക്ക് ശേഷം ഒന്ന് ഫൈറ്റ് ചെയ്യാൻ അവസരം കിട്ടിയതായിരുന്നു. ജൂവും വളരെ സന്തോഷത്തിലാണ്. മാർക്ക്, നീ അവരിൽ ഒരുത്തനെ അവസാനിപ്പിച്ചത് നന്നായി. ഞാനും 1-2 പേർക്ക് നല്ല പണി കൊടുത്തിട്ടുണ്ട്. ജൂവും ചാങ് വാങ്ങും വലിയ ഉത്സാഹത്തിൽ അങ്ങനെ പറയുമ്പോൾ ചാങ്റയും മിലിയും അവർക്കൊപ്പം കൂടി. അവരും വല്ലാത്ത സന്തോഷത്തിലാണ്. അവരുടെ ബന്ധുക്കളെ തടവിലാക്കിയ ആ ഹോളി റീജിയൻകാർ അവരെ യഥാർത്ഥത്തിൽ ഇവിടെ ഈ പറകേട്രിയിൽ തടങ്കലിൽ ഇട്ടിരിക്കുകയായിരുന്നു. തിരിച്ച് ആ ഹോളി റീജിയൻകാർക്ക് എതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അവരാരും കരുതിയിരുന്നല്ല. മാർക്കിന്റെ സഹായത്താൽ ഇപ്പോൾ അവർക്കതിന് കഴിഞ്ഞിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ അവരങ്ങനെ സംസാരിക്കുമ്പോൾ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. മാർക്കിനെ അവര് എങ്ങനെ കണ്ടെത്തി? മാർക്ക് ആ ചോദ്യം അങ്കിൾ ഗുവാനോട് ചോദിച്ചപ്പോൾ അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാനും അതാ ആലോചിക്കുന്നത്. നമ്മളിപ്പോ ഒരുപാട് ദൂരത്താണ്. എനിക്ക് തോന്നുന്നത് മാർക്ക്, നമ്മളിൽ ആരോ ഒരാളുടെ ബോഡിയിൽ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന എന്തോ ഉണ്ടെന്നാണ്. ചാങ് മാങ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ബോഡിയിലുള്ള എല്ലാ തടസ്സങ്ങളും മാർക്ക് എടുത്തു മാറ്റിയിരുന്നു. എന്നിട്ടും ഹോളി റീജിയൻകാർക്ക് മാർക്ക് ഉള്ള സ്ഥലത്ത് എത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. ആ കാര്യം അങ്കിൾ ഗുവാൻ വ്യക്തമാക്കിയതും മാർക്ക് ശബ്ദം പടിയിരുന്ന് മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് മാർക്കിനെ തന്നെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. മാർക്ക് ആ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് തന്റെ ബോഡി ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ മാർക്കിന് അത് കാണാൻ പറ്റി. മാർക്കിന്റെ ഉള്ളിൽ ആ ഹൂ ടിയാൻ്റെ ഡിവൈൻ സെൻസിന്റെ ഒരു അംശമുണ്ട്. മാർക്ക് ഡിവൈൻ സെൻസിനെ കണ്ടതും അതിനെ പുറത്താക്കാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ ആ ഡിവൈൻ സെൻസ് പെട്ടെന്ന് ഒളിക്കുകയും ചെയ്തു. മാർക്ക് എത്ര ശ്രമിച്ചിട്ടും ആ ഡിവൈൻ സെൻസിനെ മാർക്കിനെ പിന്നീട് കാണാൻ പറ്റിയില്ല. മാർക്കിന്റെ ബോഡിക്കുള്ളിൽ എവിടെയോ ആ ഡിവൈൻ സെൻസ് ഒളിച്ചിരിക്കുകയാണ്. മാർക്കിന് ആ ഡിവൈൻ സെൻസിനെ കണ്ടെത്തി പിടികൂടി നശിപ്പിക്കാനുള്ള സ്ട്രെങ്ത് ഇപ്പോ ആയിട്ടില്ല. അല്ലെങ്കിൽ മാർക്കിന്റെ ബോഡിയിൽ ആ ഡിവൈൻ സെൻസ് സ്ഥാപിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശക്തിക്കൊപ്പം മാർക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് മാർക്കിന് അതിനെ പുറന്തള്ളാൻ പറ്റാത്തത്. എന്തായാലും മാർക്കിന്റെ അന്വേഷണത്തിന് ഒരു ഫലമുണ്ടായി. ഹൂ ടിയാന്റെ ആ ഡിവൈൻ സെൻസ് വളരെ പതുങ്ങി ഒരു സ്ഥലത്തേക്ക് ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ സംഭവവികാസങ്ങൾ അകലെ ഹൂ ടിയാൻ കൃത്യമായി അറിഞ്ഞു. അയാള് ഒരു ഞെട്ടലോടെ കണ്ണു തുറക്കുകയായിരുന്നു. അടുത്തുള്ള നാൻകോങ്ങിനോടായി അയാൾ പറഞ്ഞു, ആ ഹോളി റീജിയൻകാർ വീണ്ടും തോറ്റു. മാസ്റ്റർ പറഞ്ഞു വരുന്നത് ആ മാർക്ക് ഫെല്ലറെ പിടികൂടാൻ അവന്മാർക്ക് ഇപ്പോഴും പറ്റിയില്ല. മാസ്റ്റർ, ആ മാർക്ക് ഇങ്ങനെയൊക്കെ പോയാൽ അത് പ്രശ്നമാവില്ലേ? നാൻകോങ്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവൻ ഇപ്പോൾ അവൻ്റെ ബോഡിയിൽ നിന്ന് എന്നെ പുറന്തള്ളാൻ ശ്രമിക്കുകയാണ്. അതിന് അവന് പറ്റില്ല. എന്നാലും അവൻ എന്നെ കണ്ടെത്തി എന്നുള്ളത് ചെറിയ കാര്യമല്ല. മാർക്കിനേക്കാൾ ശക്തനാണ് ഹൂ ടിയാൻ. ഹൂ ടിയാന്റെ ആ ഡിവൈൻ സെൻസിന്റെ സാന്നിധ്യം സാധാരണഗതിയിൽ മാർക്ക് ഫെല്ലറെ പോലുള്ള ഒരാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ എന്നിട്ടും മാർക്ക് ഫെല്ലർ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് ഒരു അപകട സാധ്യതയാണ്. ഹൂ ടിയാൻ അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. എന്തായാലും ഹൂ ടിയാനും നാൻകോങ്ങും മാർക്കിനെ അപകടപ്പെടുത്താനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് കാര്യമായി ആലോചിക്കുമ്പോൾ ഈ വിവരം അങ്ങ് ഹോളി റീജിയനിൽ അറിഞ്ഞു. എമിലി ബ്ലാക്കിനോട് ആ വിവരം പറഞ്ഞത് അങ്കിൾ യാനാണ്. അങ്കിൾ യാൻ ആ വിവരം പറഞ്ഞതും ചാടി എണീറ്റ എമിലി ബ്ലാക്ക് അങ്കിളിനോട് വീണ്ടും ചോദിക്കണം, അങ്കിൾ പറഞ്ഞത് ശരിയാണോ? ഹേയ് എമിലി, നിന്നോട് ഞാനതിനെ കള്ളപ്പറയണം. എന്നാലും അങ്കിൾ ആ 9th ലെവലിലെ ട്രൂ സെയിന്റിനെ മാർക്ക് ഫെല്ലർ കൊന്നു എന്ന് പറയുമ്പോൾ എനിക്കോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്ക് 4th ലെവലിൽ മാത്രമല്ലേ എത്തിയുള്ളൂ. ഹേയ് എമിലി, നീ കേട്ടത് പൂർണ്ണമായി ശരിയാണ്. മാർക്ക് അവനെ കൊന്നു. അല്ലെങ്കിൽ ആ ടെങ്ക് സിന്നർ ഉൾപ്പെടെ എല്ലാവരോടും ഉണ്ടായിരുന്നിട്ടും അവരുടെ ഇടയിൽ വെച്ച് ആ ഉസിയാവെ കൊല്ലാൻ മാർക്കിന് എങ്ങനെ പറ്റി? അങ്ങനെ പറയുമ്പോൾ അവൾ ശരിക്കും സന്തോഷം കൊണ്ടെങ്കിൽ ജ്വലിക്കുകയാണ്. ഒരു വല്ലാത്ത ആഹ്ലാദം അവൾക്കുണ്ട്. എമിലി, അതാ ഞാൻ പറഞ്ഞത്, മാർക്ക് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുമെന്ന്. അങ്കിൾ, ഞാനല്ലേ അത് ആദ്യമേ പറഞ്ഞത്. മാർക്ക് അങ്ങനെയാണ്. അസാധ്യമായത് പലതും മാർക്കിലൂടെ നമ്മൾ കാണും. എമിലി ബ്ലാക്ക് മാർക്കിനെ കുറിച്ച് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അങ്കിൾ യാനോട് പങ്കുവച്ചു. അങ്ങനെ അവൾ ആ കാര്യങ്ങൾ പറഞ്ഞതും അങ്കിൾ യാൻ എമിലിയോട് പറഞ്ഞു, എമിലി, എന്നാലും നിന്റെ കുടുംബക്കാർ മാർക്കിനെ നിന്നെ യോജിപ്പിക്കാൻ അനുവദിക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്കിൾ, ആരനുവദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ മാർക്കിനൊപ്പമേ ജീവിക്കൂ. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അങ്കിൾ യാനിന് ഇഷ്ടമുള്ള കാര്യമാണ് എമിലി പറയുന്നത്. പക്ഷെ അങ്കിൾ യാൻ
ബ്ലാക്ക് കുടുംബത്തിന്റെ ആ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായ വ്യക്തിയാണ്. അവിടെ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് അയാൾക്ക് നല്ല ധാരണയുണ്ട്. അയാൾക്കറിയാം ബ്ലാക്ക് കുടുംബവും ഷീ കുടുംബവും തമ്മിൽ ഒരു ബാർട്ടർ കരാർ ഒപ്പിടാൻ പോവുകയാണ്. ഒരു കൊടുക്കൽ വാങ്ങൽ കരാർ. ആ കരാർ വഴി രണ്ട് കുടുംബവും ശക്തമാകും. രണ്ട് കുടുംബത്തിലെയും ആ പാരമ്പര്യങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ്. ഷീ കുടുംബത്തിന്റെ ഇമോർട്ടൽ എംബറുടെ ബ്ലഡ് ലൈനും ബ്ലാക്ക് കുടുംബത്തിലെ ഇമോർട്ടൽ എംബറുടെ ബ്ലഡ് ലൈനുമാണ് യഥാക്രമം ഷീ ഷൈനും എമിലി ബ്ലാക്കും. അത് തമ്മിലാണ് യോജിക്കുന്നത്. സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെയും ശക്തിയും വർദ്ധിക്കും, രണ്ട് ഫാമിലിയുടെ ശക്തിയും വർദ്ധിക്കും. അവരുടെ പരമ്പരകൾ ആ രണ്ട് കുടുംബത്തെ ഒന്നിച്ച് ചേർക്കുന്നതോടുകൂടി അതൊരു വലിയ സംവിധാനമായി മാറും. ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യം തന്നെ അവരിലേക്ക് വരും. അങ്ങനെ ഒരു കാൽക്കുലേഷനാണ് ബ്ലാക്ക് കുടുംബത്തിന്റെ തലപ്പത്തുള്ള ആളുകൾക്കുള്ളത്. അങ്കിൾ യാനിന് അക്കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് യമനിയുടെ ആ സന്തോഷത്തിൽ പൂർണ്ണമായി അങ്ങോട്ട് പങ്കുചേരാൻ അദ്ദേഹത്തിന് പറ്റാതെ പോകുന്നത്. ഈ ചർച്ച സ്വാഭാവികമായിട്ടും ഹോളി റീജിയനിലെ എല്ലാ കുടുംബങ്ങളിലും നടക്കുകയാണ്. ഈ വിവരത്തിൽ ശരിക്കും സന്തോഷിക്കുന്നത് സാക്ഷാൽ സെയിന്റ് ഗൂ ആണ്. സെയിന്റ് ഗൂ മാർക്കിനെ പരിചയപ്പെട്ട ആ നിമിഷം മുതൽ മാർക്കിൽ ഒരു സുഹൃത്തിനെ കാണുകയാണ്. ഈ സംഭവവികാസങ്ങൾ ഹോളി റീജിയനിൽ അങ്ങനെ നടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ സുമേരു റിങ്ങിനെ ശരിക്കും ഒരു ഷിപ്പായി കൺവേർട്ട് ചെയ്തു എന്ന് പറയാം. ഷിപ്പായി കൺവേർട്ട് ചെയ്തിരിക്കുന്ന ആ സുമേരു റിങ് അങ്ങനെ ആ ശൂന്യാകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ മാർക്ക് ഫെല്ലറുടെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന വളയായിട്ടാണ് ആ സുമേരു റിങ്ങിന്റെ രീതിയെങ്കിൽ ഇപ്പോൾ മാർക്ക് ആ സുമേരു റിങ്ങിന് അകത്തുള്ളപ്പോൾ തന്നെ സുമേരു റിങ് മൂവ് ചെയ്യും, ഒരു ഷിപ്പ് മൂവ് ചെയ്യും പോലെ. പക്ഷെ ആ ഷിപ്പിനേക്കാൾ വേഗത ആ സുമേരു റിങ്ങിന് ഉണ്ടെന്ന് മാത്രം. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ റിങ്ങിന് ഏത് ഭാഗത്തേക്ക് മൂവ് ചെയ്യും. മാർക്കിന്റെ മനസ്സ് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ആ റിങ് അതിവേഗം മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോഴാണ് മാർക്ക് ഫെല്ലർ ഒരു കാര്യം കാണുന്നത്. മാർക്ക് ആ കാര്യം കാണുന്നത് സാക്ഷാൽ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിന്റെ മുകളിൽ എത്തിയപ്പോഴാണ്. മാർക്ക് ഫെല്ലർ ആ ക്യുരിയൻ കുടുംബത്തിന്റെ കപ്പലിൽ ആദ്യം എത്തിയത് ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിലാണ്. അവിടെ ആ കോണ്ടിനെന്റിന്റെ മുകളിൽ മാർക്ക് ഫെല്ലർ എത്തുമ്പോൾ മാർക്കും ആ റിങ്ങിലുള്ള ആളുകളൊക്കെ താഴെയുള്ള ആ കാഴ്ച കണ്ടു. താഴെ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിന്റെ ഒരു ഭാഗത്തുള്ളത് മോൺസ്റ്റേഴ്സ് ആണ്, മറുഭാഗത്ത് ബ്ലാക്ക് കോണ്ടിനെന്റിലെ യോദ്ധാക്കളും. പക്ഷെ ബ്ലാക്ക് കോണ്ടിനെന്റിലെ യോദ്ധാക്കളുടെ കൂട്ടത്തിൽ അവിടുത്തെ ആ ബ്ലാക്ക് കോണ്ടിനെന്റിന്റെ ലീഡേഴ്സ് ഒന്നുമില്ല. ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിന്റെ സിറ്റിയിലോട് ഹീ യാനിക്ക് സാധാരണഗതിയിൽ ആ മേഖല ആക്രമിക്കുന്ന ആളുകളെ പ്രതിരോധിക്കാനായി മുന്നിൽ നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പൊടി പോലുമില്ല. മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ അതിശക്തരുമാണ്. മോൺസ്റ്റേഴ്സിനേക്കാൾ ശക്തിയുള്ള ആളുകൾ ആ ബ്ലാക്ക് കോണ്ടിനെന്റിൽ ഉണ്ട്. പക്ഷെ അവരാരും ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നില്ല. ശരിക്കും ഒരു ഭീകരമായ താണ്ഡവമാണ് ആ മോൺസ്റ്റേഴ്സ് നടത്തുന്നത്. മോൺസ്റ്റേഴ്സിന്റെ അതിശക്തമായ ആക്രമണത്തിൽ ബ്ലാക്ക് കോണ്ടിനെന്റിലെ ആളുകൾ കൊല്ലപ്പെടുന്ന കാഴ്ച കണ്ട മാർക്ക് ഫെല്ലർ മാർക്കിന്റെ കൈ ഒന്ന് താഴേക്ക് നീട്ടിയതും ആ സുമേരു റിങ്ങിൽ നിന്ന് മാർക്കിന്റെ കയ്യിലൂടെ അതിശക്തമായ ഒരു തീ താഴേക്ക് പാഞ്ഞു വന്നു. ആ ബ്ലാക്ക് കോണ്ടിനെന്റിലെ ആളുകളെ ആക്രമിക്കാനായി മുന്നോട്ട് കുതിക്കുന്ന ഒരു കൂട്ടം മോൺസ്റ്റേഴ്സിന്റെ മുകളിലേക്കാണ് മാർക്കിന്റെ ആ കയ്യിൽ നിന്നുള്ള പ്രകാശം വന്ന് പതിച്ചത്. അത് ശരിക്കും തീയാണ്. ആ തീ ആ മോൺസ്റ്റേഴ്സിന്റെ പുറത്തു വീണതും ആ മോൺസ്റ്റേഴ്സ് ഒന്നടങ്കം അങ്ങ് ആവിയായി. ശരിക്കും ഒരു ലാവ പ്രവാഹം മാർക്കിന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വന്നു എന്നതാണ് സത്യം. ആ കാഴ്ച കണ്ടതും ജൂവും ഷാങ്മാങ്ങും സുമേരു റിങ്ങിൽ നിന്ന് താഴേക്ക് ഒരൊറ്റ ചാട്ടം. സുമേരു റിങ്ങിൽ നിന്ന് താഴേക്ക് ചാടിയ ജൂവും ഷാങ്മെങ്ങും തുടർന്ന് അവിടെ അതിശക്തമായ ഒരു ഫൈറ്റ് തന്നെ കാഴ്ചവെക്കുകയാണ്. അത് കണ്ടതും മിലിയും ഷാങ്റയും കൂടി താഴേക്ക് ചാടി. അതിന്റെ കൂടെ തന്നെ പിയാവോയും ചാടി. ഇവരൊക്കെ അതിശക്തരായ യോദ്ധാക്കളാണ്. താഴെ ആ ബ്ലാക്ക് കോണ്ടിനെന്റിലെ യോദ്ധാക്കൾ മാത്രമല്ല കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്, സാധാരണ ആളുകളും കൊല്ലപ്പെടുകയാണ്. ആ മോൺസ്റ്റേഴ്സിന് ആരെ കൊല്ലാനും ഒരു വിഷമവുമില്ല. അത് കണ്ടതുകൊണ്ടാണ് ആ സംഘം താഴേക്ക് ചാടിയത്. ഷാങ്മാങ്ങും ഷാങ്റയും ജൂവും പിയാവോയും മിലിയും ഒരു സംഘമായി താഴെ അവരെ നേരിട്ടപ്പോൾ അങ്കിൾ ഗുവാനും മാർക്ക് ഫെല്ലറും ആ കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് മൂളി നിൽക്കുകയാണ്. അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് തികച്ചും അതിശയമായിരിക്കുകയാണ്. എന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞത്? മാർക്ക്, സാധാരണ ഈ മോൺസ്റ്റേഴ്സിന് ഒരു നിയന്ത്രിത സ്വഭാവം കാണത്തില്ല, അവരാരും നിയന്ത്രിക്കാറില്ല. പക്ഷെ മാർക്ക്, നീ ആ കാര്യം ശ്രദ്ധിച്ചു. അവര് ആരുടെയോ ആജ്ഞ അനുസരിച്ച് ഒന്നിച്ച് മൂവ് ചെയ്യുന്ന പോലെ നിനക്ക് തോന്നുന്നില്ലേ? അങ്കിൾ ഗുവാൻ പറഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ അത് ശ്രദ്ധിച്ചു. ശരിക്കും ഒരു അച്ചടക്കമുള്ള സൈന്യത്തിന്റെ ശൈലി ആ മോൺസ്റ്റേഴ്സിൽ ഇപ്പൊ കാണാനുണ്ട്.
അവര് ഒരു ഗ്രൂപ്പായിട്ടാണ് ചാങ് മാങ്ങിനെയും ഷാങ്റെയും അതുപോലെ ജൂനൊക്കെ നേരിടുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടുള്ള അറ്റാക്ക് അവർ ചെയ്യാറില്ല. അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തോന്നും പോലെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന പതിവ്. ഇപ്പൊ അങ്ങനെയല്ല, ഒരു കോർഡിനേഷൻ അവരിലൊക്കെ ലഭ്യമാണ്. മാർക്കിന്റെ സുഹൃത്തുക്കളെ നേരിടുന്നത് പോലെ തന്നെ ആ ബ്ലാക്ക് കോണ്ടിനെന്റിലെ യോദ്ധാക്കളെ നേരിടുമ്പോഴും വല്ലാത്തൊരു കോർഡിനേഷൻ ആ മോൺസ്റ്റേഴ്സിൽ ലഭ്യമാണ്. അങ്കിൽ ശരിയാ, ഒരു വല്ലാത്ത കോർഡിനേഷൻ അവർക്കിടയിലുണ്ട്. മാർക്ക്, ഇത് കുഴപ്പമാണ്. അവര് എത്ര ശക്തരായാലും നമുക്ക് പ്രശ്നമില്ല. മാർക്ക്, ഈ ശൈലിയിൽ ഒരു ബന്ധം അവർക്കിടയിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. അവരുടെ ഡിവൈൻ സെൻസ് നമ്മളെപ്പോലെ ശക്തമായെന്നാണ് ആ അർത്ഥം. അങ്ങനെ ഉണ്ടായാൽ ഈ ഡീമൺ റേസും ഗോസ്റ്റ് റേസും മോൺസ്റ്റർ റേസും ചേർന്ന് ചിലപ്പോൾ ഹ്യൂമൻ റേസിനെ എന്നേക്കുമായി ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. അനവധി ഏലിയൻസ് ഈ പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടേതായ രീതിയിൽ താമസിക്കുന്നുണ്ട്. ആ ഏലിയൻസിൽ വെച്ച് ഏറ്റവും ശക്തമായ സമൂഹം എന്ന് പറയുന്നത് മനുഷ്യവംശമാണ്. ആ മനുഷ്യവംശത്തിന് ആ ശക്തി കിട്ടിയത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രമാണ്. ബുദ്ധിയിൽ മനുഷ്യവംശം മറ്റുള്ള ഏലിയൻസിനെ അപേക്ഷിച്ച് ഒരു സ്റ്റെപ്പ് എഹെഡാണ്, ഒരു സ്റ്റെപ്പ് മുകളിലാണ്. മനുഷ്യൻ എവിടെയാണോ മുകളിൽ നിൽക്കുന്നത് അവിടേക്ക് മറ്റ് റേസുകളും എത്തിയാൽ മനുഷ്യനുള്ള ആ അപ്രമാദിത്യം നഷ്ടമാകും. അങ്കിൾ ഗുവാൻ അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങൾ മാർക്കുമായി പങ്കുവച്ചു. അങ്കിൾ ഗുവാൻ പറഞ്ഞ കാര്യം മാർക്ക് വളരെ ശ്രദ്ധയോടാണ് കേൾക്കുന്നത്. അപ്പോഴാണ് മാർക്കിന്റെ ശ്രദ്ധ കുറച്ച് ദൂരെ മാറി ആകാശത്ത് തങ്ങി നിൽക്കുന്ന ഒരു വാഹനത്തിലേക്ക് യാദൃശ്ചിവശാൽ ചെന്നപ്പെടുന്നത്. അതൊരു സ്പേസ് ഷിപ്പാണ്. ആ സ്പേസ് ഷിപ്പിനകത്ത് ഒരു വ്യക്തി ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. മോൺസ്റ്റേഴ്സിന്റെ സ്പേസ് ഷിപ്പാണ്. ആ മോൺസ്റ്റേഴ്സിന്റെ സ്പേസ് ഷിപ്പിനകത്ത് ഒരു മോൺസ്റ്റർ ഉണ്ട്, ഒരു മോൺസ്റ്റർ ജനറൽ എന്ന് പറയാം. അയാൾ യഥാർത്ഥത്തിൽ ആ യുദ്ധം നയിക്കുകയാണ്. അയാളുടെ കൈ ആക്ഷൻസും അയാളുടെ ചലനങ്ങൾക്കും അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ആ മോൺസ്റ്റേഴ്സ് അവിടെ യുദ്ധം നടത്തുന്നത്. നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മോൺസ്റ്റേഴ്സ് ഒന്നിച്ചു ചേർന്ന് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ അതിന് പിന്നിൽ ഒരു നിയന്ത്രണം അനിവാര്യമാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ ജനറലിന്റെ ഇടപെടൽ വഴിയാണ്. മാർക്ക് ഫെല്ലർ അയാളെ നോക്കിയതും അയാളും മാർക്ക് ഫെല്ലറെ നോക്കി. സുമേരു റിങ് ഇപ്പോൾ വളരെ വലിപ്പത്തിൽ ആകാശത്ത് അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. സുമേരു റിങ്ങിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ആ മോൺസ്റ്റർ ജനറലിന് അറിയില്ല എന്ന് അയാളുടെ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ട്. അയാൾ വിചാരിച്ചത് അയാളുടെ ഷിപ്പ് പോലെ മറ്റൊരു ഷിപ്പ്, പക്ഷെ വൃത്താകൃതിയുള്ള ഷിപ്പാണെന്ന് മാത്രം. മാർക്ക് ഫെല്ലർ ആ ഷിപ്പിന്റെ വാതിലിൽ അങ്ങനെ നോക്കി നിൽക്കുന്നത് അയാളും കണ്ടു. അയാള് മാർക്കിനെ ഒന്ന് നോക്കി. അടുത്ത നിമിഷത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് ഒരു പ്രകാശം മാർക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് അതിവേഗം പാഞ്ഞു വന്നു. ആ മോൺസ്റ്റർ ജനറലിന്റെ ശക്തി അവിടേക്ക് വരുന്ന ആ അടുത്ത സ്പേസ് ഷിപ്പുകാരനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ആഗ്രഹം ആ മോൺസ്റ്റർ ജനറലിന് ഉണ്ടെന്ന് അയാളുടെ കൈ ആക്ഷൻ വിളിച്ചു പറയുകയാണ്. ശക്തമായ പ്രകാശം ആ റിങ്ങിന് നേരെ പാഞ്ഞു വന്നതും മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ ആ മോൺസ്റ്റർ ജനറലിനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ മോൺസ്റ്റർ ജനറലിന്റെ അടുത്തുനിന്ന് ശക്തമായ പ്രകാശം ആ സുമേരു റിങ്ങിന് നേരെ പാഞ്ഞു വരുമ്പോൾ മോൺസ്റ്റർ കൗതുകത്തോടെ ആ കാഴ്ച ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ്. ആ പ്രകാശം മാർക്ക് നിൽക്കുന്ന ഭാഗത്തേക്കാണ് പാഞ്ഞു വരുന്നത്. അത് കണ്ടതും മാർക്ക് പതുക്കെ ആ റിങ് ഒന്ന് ചരിച്ചു. റിങ് ഒന്ന് ചരിച്ചതും മാർക്കിന് നേരെ പാഞ്ഞു വന്ന ആ പ്രകാശം ആ സുമേരു റിങ്ങിന്റെ പുറത്തൊന്ന് തട്ടി. സുമേരു റിങ്ങിന്റെ പുറത്ത് ആ പ്രകാശം തട്ടിയതും ആ പ്രകാശത്തെ ആ സുമേരു റിങ് ഒന്നിച്ചെങ്ങ് വലിച്ചു. ശരിക്കും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ആ എൻറ്റയർ ഊർജത്തെയും ആ റിങ് വലിച്ചെടുത്തു. അത് കണ്ടപ്പോൾ മാർക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മുടെ സുമേരു റിങ് സ്വയം പ്രതിരോധിക്കുന്നുണ്ട്. സുമേരു റിങ് സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തി ആരാണെങ്കിലും അയാൾ വളരെ കാര്യമായിട്ട് അതിൻ്റെ നിർമ്മാണത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ റിങ്ങിനെ അറ്റാക്ക് ചെയ്യുന്ന ഊർജത്തെ ആ റിങ് വലിച്ചെടുത്ത് അതിൻ്റെ തന്നെ ഊർജമാക്കി മാറ്റുകയാണ്. സ്വാഭാവികമായിട്ടും മറ്റേ സ്പേസ് ഷിപ്പിൽ ഇരിക്കുന്ന ആ മോൺസ്റ്റർ ജനറലും അത് കണ്ടു. അയാളുടെ ഊർജത്തെ വളരെ സിമ്പിളായിട്ട് ആ ഷിപ്പ് വലിച്ചെടുത്ത കാഴ്ച അയാളെയും ശരിക്കും അമ്പരപ്പിച്ചെന്ന് പറയാം. അയാൾ പെട്ടെന്ന് ഒരു കൈ ആക്ഷൻ നടത്തിയതും ബ്ലാക്ക് കോണ്ടിനെന്റിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ ടീമും അതിവേഗം പിൻവാങ്ങി. ആ പിൻവാങ്ങലിന് പോലുമുണ്ട് ഒരു അച്ചടക്കം. ചാങ് മാങ്ങും ജൂവും ഷാങ്റെയൊക്കെ ആ ഓടിപ്പോകുന്ന ആളുകൾക്ക് പുറകെ ഓടാൻ തുടങ്ങിയതും മാർക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഏയ് ചാങ്, വേണ്ട, അവർ പോട്ടെ. മോൺസ്റ്റർ റൈസുകാർ അതിവേഗം അവിടുന്ന് പിന്മാറി കഴിഞ്ഞതും മാർക്ക് ഫെല്ലറുടെ ആ സുമേരു റിങ്
അവിടെ ലാൻഡ് ചെയ്തു. മാർക്കും അങ്കിൾ ഗുവാനും താഴെ ഇറങ്ങുമ്പോൾ പിയാവോയും ഷാങ് റേയും ഷാങ് മാങ്ങും ജൂവും എല്ലാം മാർക്കിന് അടുത്തേക്ക് വന്നു. ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ കുറെ എണ്ണത്തിനെ പിടികൂടിയിട്ടുണ്ട്, ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യണം. ഡീമൺ റൈസുകളിലെ ആളുകളെ പിടികൂടി അവരെ കൊന്ന് ഫ്രൈ ചെയ്യുക എന്നുള്ളത് ജൂവിന്റെ ഒരു രീതിയാണ്. ഗോസ്റ്റ് റൈസുകാരെയും കൈ കിട്ടിയാൽ കൊന്ന് ഫ്രൈ ചെയ്യാൻ ജൂ ശ്രമിക്കാറുണ്ട്. മോൺസ്റ്റർ റൈസുകാരുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. പറഞ്ഞൊന്ന് മാത്രമല്ല, ജൂ അതിവേഗം ആ മോൺസ്റ്റേഴ്സിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് അടക്കുകയും ചെയ്തു. മാർക്ക് ഫെല്ലർ പിയാവോക്ക് നേരെ തിരിഞ്ഞു. പിയാവോ, ഇനി നീയാണ് ഇവിടെ ശരിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ മാർക്ക് പറയാൻ ഒരു കാരണമുണ്ട്. മാർക്ക് ഫെല്ലർ ആ ഓടിപ്പോയ മോൺസ്റ്റേഴ്സിനെ ഒന്ന് നോക്കുമ്പോൾ മറ്റൊരു കാഴ്ച കൂടി കണ്ടിരുന്നു. നേരത്തെ മോൺസ്റ്റേഴ്സുമായി ഏറ്റുമുട്ടിയ ആ ബ്ലാക്ക് കോണ്ടിനെന്റിലെ ആളുകൾ മോൺസ്റ്റേഴ്സ് പോയി കഴിഞ്ഞതും സാധാരണ ആളുകളുടെ വസതികളിലേക്കും കടകളിലേക്കൊക്കെ ഇരച്ചു കയറി കൊള്ള നടത്തുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. ആ ബ്ലാക്ക് കോണ്ടിനെന്റിന്റെ ലീഡർ സിറ്റി ലോർഡ് ഹി യാനിക്കിന്റെ വസതി പോലും കൊള്ളയടിക്കപ്പെടുകയാണ്. അതിന്റെ അർത്ഥം വ്യക്തമാണ്. ആ ഹി യാനിക്ക് ഉൾപ്പെടെ സകല ആളുകളും കൊല്ലപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരൊക്കെ എങ്ങോട്ടോ ഓടിപ്പോയിരിക്കുകയാണ്. ഒരു അരക്ഷിതാവസ്ഥ ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിൽ ഉണ്ടെന്ന് വ്യക്തമാണ്. അവിടെ നേരെയാക്കാൻ പിയാവോയെ ചുമതലയേൽപ്പിക്കാൻ മാർക്കിൻ്റെതായ കാരണമുണ്ട്. നേരത്തെ ആ സ്കൈ സെക്ഷനിൽ മാർക്ക് പിയാവോയ്ക്ക് നിയന്ത്രണം കൊടുത്തപ്പോൾ പിയാവോ അതിവേഗമാണ് അവിടെ എല്ലാം സെറ്റിലാക്കിയത്. മാർക്ക് പറഞ്ഞു കേട്ടതും പിയാവോ അതിവേഗം അവളുടെ ടീമിനെ രംഗത്തിറക്കി. പിയാവോയ്ക്ക് വെറും 4 ദിവസമേ വേണ്ടി വന്നുള്ളൂ ആ ബ്ലാക്ക് കോണ്ടിനെന്റ് ശരിയാക്കി എടുക്കാൻ. പിയാവോ ഒരു 6th ലെവൽ ട്രൂ സൈറ്റ് ആണ്. അവളെ എതിർക്കാൻ പലർക്കും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പിയാവോ അതിവേഗം അവിടെ ക്രമസമാധാനം തിരിച്ചുകൊണ്ടുവരികയാണ്. ശരിക്കും അവിടെ ക്രമസമാധാനം തിരിച്ചുകൊണ്ട് വരേണ്ടിയിരുന്നത് ആ ഹോളി റീജിയനിൽ നിന്ന് വന്ന ആളുകളാണ്. അവര് അത് ചെയ്യുന്നതിന് പകരം അവിടെയൊക്കെ കൊള്ളയടിക്കുകയാണ് അവർ ചെയ്തത്. അവരുടെ ടാർഗറ്റ് കൊള്ള മാത്രമായിരുന്നു. സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലും അവർ നടത്തിയത് കൊള്ളയാണ്. ബ്ലാക്ക് കോണ്ടിനെന്റിൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലായി വരുമ്പോൾ മാർക്കിന്റെ കയ്യിൽ കെട്ടിയിരുന്ന ഒരു മുത്ത് പെട്ടെന്നങ്ങ് പൊട്ടി. ശരിക്കൊരു വള പോലെ മാർക്ക് കെട്ടിയിട്ടിരുന്നതാണ് ആ മുത്ത്. ആ മുത്ത് പൊട്ടിയതും മാർക്ക് കണ്ണു തുറന്നു. ആ മുത്ത് മാർക്ക് മറ്റൊരു മുത്തുമായി കമ്പൈൻ ചെയ്താണ് കെട്ടിയിരുന്നത്. മറ്റേ സ്ഥലത്ത് ആ മുത്ത് ഉടഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ മാർക്കിന്റെ മുത്ത് ഉടയും. ആ മുത്ത് ഉടഞ്ഞപ്പോൾ തന്നെ മാർക്കിന് ആ മുത്തിന്റെ ഉടമയെ ഓർമ്മ വന്നു. അതിവേഗം മാർക്ക് ആ മുത്ത് ഉടഞ്ഞ സ്ഥലത്തേക്ക് പാഞ്ഞു. മാർക്ക് ആ മുത്ത് കെട്ടിക്കൊടുത്തത് ജൂവിന് രക്ഷപ്പെടാൻ വേണ്ടി ആ പാരമീത പൂ പറിക്കാനായി മാർക്ക് ചെന്ന സമയത്ത് മാർക്ക് പരിചയപ്പെട്ട ആ പെൺകുട്ടിക്കാണ്. മാർക്ക് അവളുടെ സ്ഥലത്തേക്ക് ആ ക്രസന്റ് മൂൺ കോണ്ടിനെന്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സംഭവങ്ങൾ ആകെ തിളച്ചു മറിയുകയാണ്. മോൺസ്റ്റേഴ്സ് ഇഷ്ടം പോലെ ആ കോണ്ടിനെന്റിനകത്തേക്ക് ഇരച്ചു കയറിയിട്ടുണ്ട്. ആ കൊച്ചു പെൺകുട്ടി ഒരു ചെറു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്, ഒരു മലയിടുക്കിൽ. ആ മലയിടുക്ക് സാധാരണഗതിയിൽ ആരും ചെന്നെത്താത്ത സ്ഥലമാണ്. മാർക്ക് അവിടേക്ക് വരുമ്പോൾ ആ ഭാഗത്ത് മോൺസ്റ്റേഴ്സ് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. മോൺസ്റ്റേഴ്സ് പാഞ്ഞു വരുന്ന കണ്ടപ്പോഴാണ് അവൾ അവസാന ആശ്രയം എന്ന നിലയിൽ ആ മുത്തിൽ ഒന്ന് അമർത്തിയത്. ശരിക്കും അവൾക്ക് അത്യാവശ്യം തോന്നുന്ന സാഹചര്യത്തിൽ അവള് ആ മുത്ത് പൊട്ടിച്ചാൽ മാർക്ക് അവളെ രക്ഷിക്കാൻ എത്തുമെന്ന് മാർക്ക് അവൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു. അത് ഓർത്തതുകൊണ്ടാണ് അവൾ ആ മുത്ത് പൊട്ടിച്ചത്. ആ മുത്ത് പൊട്ടിച്ച അവളുടെ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ആ വീട്ടുകാർക്ക് മുന്നിൽ കയറി നിൽക്കുകയാണ്. അവളുടെ നേരെ പാഞ്ഞു വരികയാണ് കുറച്ച് മോൺസ്റ്റേഴ്സ്. മാർക്ക് ആകാശത്തൂടെ അങ്ങോട്ട് പാഞ്ഞു വരുമ്പോൾ ആ കാഴ്ച കണ്ടു. മാർക്ക് ആ കാഴ്ച കണ്ടതും മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ ലാവ താഴേക്ക് പാഞ്ഞത് ഒരേ നിമിഷത്തിലാണ്. ആ മോൺസ്റ്റേഴ്സ് ആ പെൺകുട്ടിയുടെ തൊട്ടടുത്ത് എത്തുന്നതിന് മുമ്പ് കരിഞ്ഞ് താഴെ വീണു. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ വിഷയമാണ്. മാർക്ക് പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ മുന്നിൽ ലാൻഡ് ചെയ്തു. മാർക്കിനെ കണ്ടതും ആ പെൺകുട്ടിക്ക് വല്ലാത്തൊരു ആവേശം. ബിഗ് ബ്രദർ വരുമെന്ന് ഞാൻ തീരെ കരുതിയിരുന്നില്ല. ബിഗ് ബ്രദർ വന്നല്ലോ, ഇനി പേടിക്കണ്ട. അവൾ തിരിഞ്ഞ് അവളുടെ വീട്ടുകാരോടൊക്കെ അങ്ങനെ പറയുകയും ചെയ്തു. മാർക്ക് അവളെയും അവളുടെ വീട്ടുകാരെയൊക്കെ ചേർത്ത് നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ അതിവേഗം അവരെ സുമേരു റിങ്ങിനകത്തേക്ക് കയറ്റി. മാർക്ക് ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ബന്ധുക്കളെയും ആ സുമേരു റിങ്ങിനകത്തേക്ക് കയറ്റുമ്പോൾ ആ പെൺകുട്ടി മാർക്കിനോട് പറഞ്ഞു, ബിഗ് ബ്രദർ, ഞങ്ങളെ രക്ഷിക്കാൻ ഒരു സന്യാസി വന്നായിരുന്നു. ആ സന്യാസിയും മോൺസ്റ്റേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബ്രദർ, ആ സന്യാസി ഒന്ന് സഹായിക്കണേ. അവൾക്കിപ്പോ ബിഗ് ബ്രദർ മാർക്ക് ഫെല്ലറിൽ വല്ലാത്തൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അവൾ പറഞ്ഞത് കേട്ടതും മാർക്ക് അതിവേഗം മുകളിലേക്കൊന്ന് കുതിച്ചു.
മാർക്ക് അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ കോണ്ടിനെന്റിന്റെ ഒരു ഭാഗത്ത് ശക്തമായ സംഘടന നടക്കുകയാണ്. മാർക്ക് അതിവേഗം ആ സംഘടന നടക്കുന്ന ഭാഗത്തെത്തി. അവിടെ എത്തിയപ്പോൾ മാർക്ക് കാണുന്നത് ഒരു സന്യാസി കുറെ മോൺസ്റ്റേഴ്സുമായി ഏറ്റുമുട്ടുന്നതാണ്. സന്യാസി കൂളായി നിൽക്കുകയാണ്. ശരിക്കും അയാള് ആ എതിരാളികളെ അറ്റാക്ക് ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അതിനു പകരം അയാൾ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ മന്ത്രങ്ങൾ അക്ഷരങ്ങളാകുന്നതും ആ അക്ഷരങ്ങൾ അതിവേഗം പാഞ്ഞു ചെന്ന് എതിരാളികളായ മോൺസ്റ്റേഴ്സിനെ വകവരുത്തുന്നതുമായ രസകരമായ ഒരു കാഴ്ചയാണ് മാർക്ക് കാണുന്നത്. ആ മോൺസ്റ്റേഴ്സ് പക്ഷേ ആ ആക്രമണത്തിൽ അവസാനിക്കുന്നില്ല. ആ മോൺസ്റ്റേഴ്സിന്റെ കയ്യോ കാലോ ഓടിച്ചിടുന്ന പ്രക്രിയ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ സന്യാസി ചെയ്യുന്നത്. സന്യാസി ആ മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്നില്ല എന്നത് വ്യക്തം. മാർക്ക് അത് കണ്ടതും ആകാശത്ത് പതുക്കെ പതുങ്ങി നിന്നു. എന്താണ് താഴെ നടക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കണമല്ലോ. ശരിക്കും ഒരു കൗതുകകരമായ യുദ്ധമാണ് താഴെ നടക്കുന്നത്. ആ സന്യാസിയെ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ് ആ മോൺസ്റ്റേഴ്സ്. തന്നെ ആക്രമിക്കുന്ന ആ മോൺസ്റ്റേഴ്സിനെ ആ സന്യാസി കൊല്ലാതെ അവരുടെ കാലൊടിച്ച് കൈ ഒടിച്ച് അവരെ താഴെ ഇടുകയാണ്. കാലൊടിക്കാനും കൈ ഒടിക്കാനുമായി അയാൾ ഉപയോഗിക്കുന്നത് അക്ഷരങ്ങളെ മാത്രമാണ്. അയാളുടെ ബോഡിയിൽ നിന്ന് അക്ഷരങ്ങൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ അക്ഷരങ്ങൾ അയാളുടെ ബോഡിയിൽ നിന്ന് പാഞ്ഞു ചെന്ന് ആ സന്യാസിക്ക് നേരെ പാഞ്ഞു വരുന്ന ആളുകളുടെ കാലിലോ കയ്യിലോ ഒക്കെ ഇടിക്കും. തൽഫലമായി അവർ പുറകോട്ട് തെറിക്കും. പുറകോട്ട് തെറിച്ചു വീഴുന്ന ആളുടെ കൈയോ കാലോ ഒടിയും ചെയ്യും. അങ്ങനെ ഒടിയുമ്പോൾ അവർക്ക് എണീക്കാൻ പറ്റാതെ അവരവിടെ കിടക്കുകയാണ്. പക്ഷേ ഈ മോൺസ്റ്റേഴ്സിന്റെ എണ്ണമാണ് പ്രശ്നം. ആ മോൺസ്റ്റേഴ്സിന്റെ എണ്ണം ഓരോ നിമിഷം കൂടിക്കൂടി വരികയാണ്. മാർക്ക് കണ്ടു തുടങ്ങിയപ്പോൾ 100 കണക്കിന് മോൺസ്റ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 1000 കണക്കിനായിരിക്കുകയാണ്. 1000 മോൺസ്റ്റേഴ്സ് ആ സന്യാസിയെ ആക്രമിക്കുന്നത് കണ്ടിട്ടും സന്യാസിക്ക് ഒരു കുലുക്കവുമില്ല. മാർക്ക് കൗതുകത്തോടെ ആ കാഴ്ച അങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ആ മോൺസ്റ്റേഴ്സിന്റെ പുറകിലായി ആകാശത്ത് ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും അയാളൊരു ഷിപ്പിലാണ് അവിടെ എത്തിയത്. അയാളുടെ നിറം തികച്ചും ചുവപ്പാണ്, രക്തചുവപ്പാണെന്ന് പറയാം. ഒരു വല്ലാത്ത രൂപമാണ്. ആ ആള് മുകളിലെത്തിയതും അയാൾ 2 കൈയും ഉയർത്തിയതും ഒരേ നിമിഷത്തിലാണ്. അയാളുടെ 2 കൈയിൽ നിന്ന് ചുവന്ന പ്രകാശം താഴേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. താഴെ വീട് കിടക്കുന്ന ആ മോൺസ്റ്റേഴ്സിന്റെ പുറത്തേക്കാണ് ആ ചുവന്ന പ്രകാശം വീണത്. അടുത്ത നിമിഷത്തിൽ ആ വീട് കിടക്കുന്ന മോൺസ്റ്റേഴ്സ് ഒന്നടങ്കം എണീറ്റ് തുടങ്ങി. ഒരു ഹീലിംഗ് പവർ അയാളുടെ ആ കൈകളിൽ നിന്ന് താഴേക്ക് വന്ന ആ പ്രകാശത്തിനുണ്ട്. ആ ചുവന്ന പ്രകാശം അവിടെ വീണ് കിടന്ന മുഴുവൻ ആളുകളെയും എണീൽപ്പിച്ചപ്പോൾ ആ സന്യാസിയെ ആക്രമിക്കുന്ന മോൺസ്റ്റേഴ്സിന്റെ എണ്ണം പെട്ടെന്ന് വർദ്ധിച്ചു. ഇപ്പോ ആ സന്യാസിയെ എല്ലാ ഭാഗത്തു നിന്നുമായി ആ മോൺസ്റ്റേഴ്സ് ആക്രമിക്കുകയാണ്. ആ സന്യാസി തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ മോൺസ്റ്റേഴ്സിനെ കാണുന്നുണ്ട്. സന്യാസി അത് കണ്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അയാള് ചൊല്ലുന്ന മന്ത്രങ്ങളുടെ വേഗത ഒന്ന് കൂട്ടി. അതിന്റെ ഫലമായി അയാൾക്ക് ചുറ്റുമുണ്ടാകുന്ന അക്ഷരങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ശരിക്കും ഒരു ചുഴി പോലെ ഇപ്പൊ അയാൾക്ക് ചുറ്റുമായി അക്ഷരങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു തുടങ്ങിയാണ്. ആ അക്ഷരങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയ മാർക്കിന് വല്ലാത്തൊരു കൗതുകം. ശരിക്കും ഈ അക്ഷരങ്ങളെ എങ്ങനെയാണ് അയാൾ ചലിപ്പിക്കുന്നത്? ആ ചലിക്കുന്ന അക്ഷരങ്ങൾക്ക് വല്ലാത്തൊരു പവറുമുണ്ട്. ആ അക്ഷരങ്ങൾ ഇങ്ങനെ ആ മോൺസ്റ്റേഴ്സിന്റെ പുറത്ത് തട്ടുമ്പോൾ ആ മോൺസ്റ്റേഴ്സ് പിന്നെയും വീഴുകയാണ്. ഈ കാഴ്ച മുകളിൽ ആ സ്പേസ് ഷിപ്പിൽ നിൽക്കുന്ന ആ ചുവന്ന വസ്ത്രധാരിക്ക് വല്ലാത്തൊരു ദേഷ്യം ഉണ്ടാക്കി. അത് പെട്ടെന്ന് കൈ ഒന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ അതിശക്തമായ ഒരു ചുവന്ന പ്രകാശം അയാളുടെ കയ്യിൽ നിന്ന് അതിവേഗം ആ സന്യാസിക്ക് നേരെ പാഞ്ഞു വന്നു. മാർക്ക് ഫെല്ലർ ആ കാഴ്ച കണ്ടു. ആ ചുവന്ന വസ്ത്രധാരിയുടെ കയ്യിൽ ഒരു നല്ല നീളമുള്ള വടി. ആ നീളമുള്ള വടി അയാളൊന്ന് അനക്കിയപ്പോഴാണ് അതിൽ നിന്ന് ഒരു ചുവന്ന പ്രകാശം സന്യാസിക്ക് നേരെ പാഞ്ഞു വന്നിരിക്കുന്നത്. ഹണ്ടിങ് ഓർഗനൈസേഷനിൽ മാർക്ക് കണ്ട എല്ല് കൊണ്ടുള്ള ആ വടിയുടെ ശൈലിയിലുള്ള ഒരു വടി, അതിൽ നിന്നാണ് ആ പ്രകാശം ഉണ്ടായിരിക്കുന്നത്. ആ ചുവന്ന പ്രകാശം ആ സന്യാസിക്ക് നേരെ പാഞ്ഞു വന്നതും മാർക്ക് ഫെല്ലർ കൈയൊന്ന് അനക്കി. ഉടൻ മാർക്കിന്റെ ആ ഇടത് കൈയിലെ ആ സൂര്യൻ ഗ്ലൗ ഒന്ന് പ്രകാശിച്ചു. ആ നിമിഷത്തിൽ ആ സൂര്യൻ ഗ്ലൗവിൽ നിന്ന് ഒരു സുവർണ പ്രകാശം ആ ചുവന്ന മനുഷ്യന്റെ പ്രകാശത്തിനും ആ സന്യാസിക്കും ഇടയിലായി അതിവേഗം പാഞ്ഞു വരികയാണ്. മാർക്കിന്റെ പ്രകാശം ആ ചുവന്ന പ്രകാശത്തെ തടുത്തതും ഈ കാഴ്ച സ്വാഭാവികമായിട്ടും ആ ചുവന്ന വസ്ത്രധാരി കണ്ടു. അയാൾക്ക് ആ കാഴ്ച ശരിക്കും ദേഷ്യം ഉണ്ടാക്കിയെന്ന് പറയാം. കാരണം ഇപ്പോൾ മാർക്ക് ഫെല്ലർ ആ സന്യാസിക്കടുത്തേക്ക് പാഞ്ഞു വരികയാണ്. മാർക്ക് ആ സന്യാസിക്കടുത്ത് എത്താറായതും ആ ചുവന്ന വസ്ത്രധാരി അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ വടി ഒരൊറ്റയേറി. ശരിക്കും അയാൾ ആ വടി ആകാശത്തേക്ക് ആഞ്ഞെറിഞ്ഞതും ആ വടി പോകുന്ന പോക്കിൽ ചുവന്ന പ്രകാശം അങ്ങനെ പാഞ്ഞു വരികയാണ്. മാർക്ക് ഫെല്ലർക്ക് ശരിക്കൊരു പ്രഷർ അനുഭവപ്പെട്ടു. അതിശക്തമായ പ്രഷറാണ് ആ വടി അവിടെ സൃഷ്ടിച്ചത്. അത് മാർക്കിനും സന്യാസിക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും
സന്യാസി മാർക്കിനോട് പറഞ്ഞു താങ്ക് യു. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാർക്കിൻ്റെ ഇടത് കൈയിൽ കൈവച്ചതും മാർക്കും അയാളും അവിടെ നിന്ന് അങ്ങ് അപ്രത്യക്ഷമായത് ഒരേ നിമിഷത്തിലാണ്. മാർക്കിനെ ശരിക്കും അമ്പരപ്പിച്ചുകൊണ്ടാണ് ആ സന്യാസി മാർക്കിനെ കൊണ്ട് അപ്രത്യക്ഷമായത്. മാർക്ക് നേരത്തെ മാർക്കിന്റെ ആ സൂര്യൻ ഗ്ലൗ ഉപയോഗിച്ച് ആ സന്യാസിയെ പ്രൊട്ടക്ട് ചെയ്തില്ലായിരുന്നുവെങ്കിലും സന്യാസി എളുപ്പത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടനെ. അങ്ങനെ ഒരു തോന്നലാണ് ആ സന്യാസി തന്നെ കൊണ്ട് പറക്കുന്ന കണ്ടപ്പോൾ മാർക്കിനുണ്ടായത്. ഒത്തിരി ദൂരെ ഒരു സ്ഥലത്ത് സന്യാസി മാർക്കുമായി എത്തി. മാർക്ക് അവിടെ നിന്നതും സന്യാസിയോട് ചോദിച്ചു, മാസ്റ്റർ, എൻ്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. എന്താണ് അങ്ങയുടെ പേര്? ഏയ് മാർക്ക്, എന്നെ മാസ്റ്റർ ചെന്നെന്ന് വിളിച്ചു. എൻ്റെ മാസ്റ്ററും ഞാനും ഇവിടെ വനത്തിനകത്ത് ഏകാന്ത ധ്യാനത്തിലിരിക്കുമ്പോഴാണ് മാസ്റ്റർ എന്നോട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ വരുമ്പോഴാണ് ഈ മോൺസ്റ്റേഴ്സിനൊക്കെ കണ്ടത്. മാർക്കിന് ആ മനുഷ്യൻ്റെ, ആ സന്യാസിയുടെ ശക്തിയിൽ വല്ലാത്തൊരു വിശ്വാസം തോന്നി. മാർക്ക് അയാളോട് ചോദിച്ചു, മാസ്റ്റർ, ശരിക്കും ഈ പാത്ത് ഓഫ് ഹെവൻ എപ്പോഴാണ് സംഭവിക്കുക? മാർക്ക്, അതൊക്കെ നമ്മുടെ അറിവിനും അപ്പുറത്തല്ലേ, അത് വരേണ്ട സമയത്ത് വരും. മാസ്റ്റർ, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, അങ്ങക്ക് അത് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ലേ? മാർക്ക്, എനിക്ക് അറിയാമെങ്കിലും ഞാനത് പറയാൻ പാടില്ല. മാർക്ക്, നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ബോഡി ഇപ്പോൾ ഗ്ലേസ്ഡ് ഹോളി ബോഡിയാണ്. അതുമാത്രമല്ല, നിന്റെ ബോഡി കയോട്ടിക്കാണ്. ഒരു കയോട്ടിക് ബോഡിക്കാരന് ഹോളി ബോഡി സ്വന്തമായി ഉണ്ടാകുമ്പോൾ കീഴടക്കാൻ കഴിയാത്തതായി ഒന്നും ഉണ്ടാവില്ല. മാർക്ക്, നീ ഭയപ്പെടേണ്ട എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വെറുതെ മാർക്കിന് പുറത്ത് ഒന്ന് തട്ടി. അയാളുടെ വലത് കൈ കൊണ്ട് മാർക്കിനെ അയാൾ തട്ടിയതും മാർക്ക് നിന്ന നിൽപ്പിൽ ഒരുപാട് ദൂരേക്ക് അങ്ങ് തെറിച്ചു. ഏകദേശം ഒരു 100 മീറ്റർ ദൂരേക്ക് മാർക്ക് തെറിച്ചു എന്നാണ് സത്യം. മാർക്ക് അടുത്ത മരയിൽ ചെന്ന് ഇടിക്കാൻ പോയതും അയാൾ മാർക്കിനെ പിടിച്ച് താഴെ നിർത്തി. മാർക്കിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സന്യാസിയുടെ ആ ചെറിയ തട്ടിന് അമ്പരപ്പിക്കുന്ന പവറുണ്ട്. മാർക്ക് അമ്പരപ്പോടെ ആ സന്യാസി നോക്കിയതും സന്യാസി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എല്ലാം ഇവിടെ ഉണ്ട്. നീ അത് തിരിച്ചറിഞ്ഞാൽ നിന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. അങ്ങനെ പറഞ്ഞിട്ട് സന്യാസി ഒന്ന് ചിരിച്ചതും സന്യാസി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. സന്യാസി എങ്ങോട്ട് ഒലിച്ചു പോയെന്ന് ചോദിച്ചാൽ മാർക്കിന് അറിയില്ല. മാർക്കിന്റെ കൺമുമ്പിൽ നിന്ന് അയാൾ അങ്ങ് അപ്രത്യക്ഷമാവുകയായിരുന്നു. ആ സന്യാസി തൻ്റെ ജീവിതത്തിലേക്ക് വെറുതെ കടന്നു വന്നതല്ല. അങ്ങനെ ഒരു തോന്നൽ പെട്ടെന്ന് മാർക്കിനുണ്ടായി. മാർക്കിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു കാര്യമുണ്ട്. ആ ചുവന്ന വസ്ത്രധാരി മാർക്കിന് നേരെ അയച്ച ആ വടി മാർക്കിനടുത്തേക്ക് പാഞ്ഞു വരുമ്പോൾ മാർക്കിന് ലഭിച്ച കുറച്ച് ചുവന്ന പ്രകാശം അത് മാർക്ക് കയ്യിൽ സൂക്ഷിക്കുകയാണ്. ശരിക്കും മാർക്കിന്റെ കയ്യിലിരിക്കുന്ന പ്രകാശം ഇപ്പോൾ അങ്കിൾ ഗുവാനും കണ്ടു. റിങ്ങിനകത്തുള്ള അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് മോൺസ്റ്റേഴ്സിന്റെ എനർജിയാണ്, അത് അപകടം വരുത്തും. അങ്കിൾ, ഞാനതൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ റിങ്ങിനകത്തേക്ക് കയറി. മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ ചുവന്ന പ്രകാശം ചാങ്മാങ്ങിനെയും ജൂവിനെ ഉൾപ്പെടെ എല്ലാവരും ആകർഷിക്കുന്നുണ്ട്. സകലരും കൗതുകത്തോടെ ആ ചുവന്ന പ്രകാശത്തിലേക്ക് നോക്കുകയാണ്. ശരിക്കും ആ സന്യാസി മാർക്കിനെ രക്ഷിക്കുന്നിടയിൽ മാർക്ക് കൈപ്പിടിയിൽ ഒതുക്കിയതാണ് ആ ചുവന്ന പ്രകാശം. ആ ചുവന്ന പ്രകാശത്തിന് ഒരു വല്ലാത്ത തിളക്കമുണ്ട്. അതിനൊരു ജീവനുണ്ടെന്ന് തോന്നുന്ന ശൈലിയിൽ അത് അനങ്ങുന്നുണ്ട്. മാർക്ക് ഫെല്ലർ ആ ചുവന്ന പ്രകാശത്തിൽ നിന്ന് ഒരു നേർത്ത കണിക ഒപ്പിച്ചെടുത്തിട്ട് പതുക്കെ അതിനങ്ങ് വിഴുങ്ങി. മാർക്കിന്റെ ഉള്ളിലേക്ക് ആ പ്രകാശം അങ്ങനെ കടന്നതും മാർക്ക് ഒന്ന് വിറച്ചു. ശരിക്കും മാർക്കിനുള്ളിലേക്ക് ആ പ്രകാശം അങ്ങനെ കടക്കുമ്പോൾ അതൊരു ഡീമൻ എനർജിയായി മാറുകയാണ്. മാർക്കിന്റെ ഉള്ളിലുള്ള കയോട്ടിക് ഊർജവും ആ ഡീമൻ ഊർജവും തമ്മിൽ പെട്ടെന്ന് ഒന്ന് കൂട്ടിമുട്ടി. അതിഭീകരമായ സ്ഫോടനം മാർക്കിന്റെ ബോഡിക്കുള്ളിൽ അനുഭവപ്പെടുന്നത് ചുറ്റും നിൽക്കുന്ന ഗുവാനും ജൂവിനും ഉൾപ്പെടെ എല്ലാവർക്കും ബോധ്യമാകുന്നുണ്ട്. ശരിക്കും മാർക്ക് വിറയ്ക്കുന്നുണ്ട്. അകത്ത് അതിഭീകരമായ സംഘടന നടക്കുകയാണെന്ന് വ്യക്തമാകുന്ന ശൈലിയിൽ മാർക്കിന്റെ മുഖം വലിഞ്ഞു മുറുകയാണ്. ജൂ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ ജൂ ചോദിക്കുമ്പോഴേക്കും മാർക്ക് പെട്ടെന്ന് ശാന്തമായി. മാർക്ക് ഏതാനും സെക്കൻഡ് കഴിഞ്ഞ് അവരോട് പറഞ്ഞു, ഇത് ഡീമൻ എനർജിയാണ്, ഇത് നമ്മുടെയൊക്കെ ശക്തി വർദ്ധിപ്പിക്കും. മാർക്കിന്റെ കയോട്ടിക് ഊർജം ആ ഡീമൻ എനർജിയുമായി ഏറ്റുമുട്ടിയ സമയത്ത് ഒരു സ്ഫോടനം ഉണ്ടായി. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആ എൻറ്റയർ ഊർജവും മാർക്കിന്റെ ബോഡിയിലങ്ങ് ലയിച്ച് ചേരുകയായിരുന്നു. മാർക്കിന്റെ ശക്തി വർദ്ധിക്കുന്ന പോലെ മാർക്കിന് തോന്നലുണ്ടായത് കൊണ്ടാണ്
മാർക്ക് ആ കാര്യം ജൂവിനോട് പറഞ്ഞത്. മാർക്ക് ചാങ് മാങ്ങിനോട് പറഞ്ഞു, ചാങ് നീ ഇതൊന്ന് നോക്കി. മാർക്ക് ആ പ്രകാശത്തിൽ നിന്ന് ഒരു ചെറിയ അളവ് അടർത്തിയെടുത്ത് അത് ചാങ് മാങ്ങിന് കൊടുത്തു. ചാങ്ങിന് അത് കൊടുത്തുകൊണ്ട് മാർക്ക് പറഞ്ഞു, ശ്രദ്ധിച്ച് ഉപയോഗിക്കാവൂ. മാർക്ക് പറഞ്ഞതനുസരിച്ച് ചാങ് മാങ് വളരെ ചെറിയ അളവിൽ ആ പ്രകാശത്തെ അങ്ങ് വിഴുങ്ങിയതും ചാങ് മാങ്ങിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത തിളച്ചു മറിച്ചിലുണ്ടായി. ശരിക്കും ചാങ് മാങ്ങിന്റെ ശക്തിയും വർദ്ധിക്കുകയാണ്. അത് കണ്ട മാർക്ക് അവിടെയുള്ള അങ്കിൾ ഗുവാനും ജൂവിനും പിയാവോയ്ക്കും ചാങ്റയ്ക്കും മിനിക്കും ഒക്കെ അതിൽ നിന്ന് കുറേശ്ശെ വിതരണം ചെയ്തു. അതിനുശേഷം മാർക്ക് ആ പ്രകാശത്തിൽ നിന്ന് ഒരു അംശം എടുത്തിട്ട് അനവധി ചെറു കഷ്ണങ്ങളാക്കി ആ സുമേരു റിങ്ങിനകത്തുള്ള മുഴുവൻ ആളുകൾക്കുമായി അത് വിതരണം ചെയ്തു. ആ പ്രക്രിയ അങ്ങനെ നടക്കുന്നിടയിൽ ദിവസങ്ങൾ അതിവേഗം കടന്നു പോവുകയാണ്. ആ പകത്ത് കിട്ടിയ ചുവന്ന പ്രകാശത്തെ സകല ആളുകളും അവരുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അതിനെ കൾട്ടിവേറ്റ് തുടങ്ങിയതുകൂടി സകലരുടെ ശക്തി വർദ്ധിക്കുകയാണ്. ചാങ് റേയുടെയും മിലിയുടെയും പിയാവോയുടെയും ചാങ് മാങ്ങിന്റെയും ജൂവിന്റെയും മാത്രമല്ല, ജീനയുടെ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ശക്തി പെട്ടെന്നാണ് അങ്ങ് വർദ്ധിച്ചത്. എല്ലാവർക്കും ആവശ്യമായ ഊർജം കൊടുത്തു കഴിഞ്ഞതും ബാക്കിയുള്ളതുമായി മാർക്ക് പുറത്തേക്ക് ഇറങ്ങി. സുമേരു റിങ്ങിന്റെ പുറത്തിറങ്ങിയ മാർക്ക് ഫെല്ലർ അവിടെ ചമ്രം പണിഞ്ഞിരുന്ന് അതിൽ നിന്ന് കുറേശ്ശെ ഉള്ളിലേക്ക് ആക്കി തുടങ്ങി. ആ സന്യാസി പറഞ്ഞ വാചകം മാർക്കിന്റെ ഉള്ളിലുണ്ട്, എല്ലാം ഇവിടെയുണ്ട്. അതിനെ നീ സ്വന്തമാക്കിയാൽ നിനക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നാണ് ആ സന്യാസി മാർക്കിനോട് പറഞ്ഞത്. അത് ഓർത്തുകൊണ്ട് മാർക്ക് ഫെല്ലർ ആ ചുവന്ന പ്രകാശത്തെ ചെറു കഷ്ണങ്ങളാക്കി തിരിച്ച് കുറേശ്ശെ വിഴുകി തുടങ്ങി. ആദ്യത്തെ തവണ അനുഭവപ്പെട്ടപ്പോഴുള്ള സ്ഫോടനം പിന്നീടും അനുഭവപ്പെട്ടെങ്കിലും മാർക്കിന് കുറച്ചുകൂടി എളുപ്പം ആ സ്ഫോടനത്തെ നിയന്ത്രിക്കാൻ പറ്റി. അത് കഴിഞ്ഞതും മാർക്ക് അടുത്ത ഭാഗം വിഴുങ്ങി. അപ്പോഴും സ്ഫോടനം ഉണ്ടായി. അതിനെയും മാർക്ക് നിയന്ത്രിച്ചു. വീണ്ടും മാർക്ക് അടുത്ത കഷ്ണം വിഴുങ്ങി. അപ്പോഴുണ്ടായ സ്ഫോടനത്തെ കുറച്ചുകൂടി എളുപ്പം മാർക്ക് നിയന്ത്രിക്കാൻ പറ്റുകയാണ്. സമയം മുന്നോട്ട് പോകുന്തോറും മാർക്കിന് ആ വിഴുകാൻ കഴിയുന്ന പ്രകാശത്തിന്റെ അളവ് കൂട്ടാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഉണ്ടാകുന്ന സ്ഫോടനത്തെ മാർക്കിന് നിയന്ത്രിക്കാൻ പറ്റുകയാണ്. കയോട്ടിക് ഊർജവും ആ ഡീമനിക് ഊർജവും തമ്മിലുള്ള ആ ഏറ്റുമുട്ടലിന്റെ ഭാഗമായി ഒരു പുതിയ ഊർജം മാർക്കിന്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായി വരികയാണ്. ആ ഊർജം മാർക്കിന്റെ എൻറ്റയർ ബോഡിയിലേക്ക് അങ്ങ് വ്യാപരിക്കുമ്പോൾ മാർക്കിന് തന്നെ ഒരു തോന്നൽ വരികയാണ്, ശക്തി കൂടുന്നതായിട്ട്. ആ ശക്തി മാർക്കിന്റെ എൻറ്റയർ ബോഡിയിലേക്കും ആയി തീരുമ്പോഴേക്ക് മാസം 2 അതിവേഗം അങ്ങ് തീർന്നു. 2 മാസം കൊണ്ട് മാർക്ക് ഫെല്ലർക്ക് മാത്രമല്ല, ആ സുമേരു റിങ്ങിനകത്തുള്ള മുഴുവൻ ആളുകളുടെയും ശക്തി അങ്ങ് വർദ്ധിച്ചു. ആ സുമേരു റിങ്ങുമായി മാർക്കും കൂട്ടരും തുടർന്ന് ഒരു ജൈത്ര യാത്ര തന്നെ നടത്തിയെന്ന് പറയാം. ഓരോ പ്ലാനറ്റിലേക്കും അവർ ചെല്ലുമ്പോൾ അവിടെ ഈ മോൺസ്റ്റർ റേസ് ഇടിച്ചു കയറുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. മാർക്ക് ഫെല്ലർ അതിൽ ശക്തരായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൊലപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് ആ ഊർജം സംഘടിപ്പിച്ചെടുക്കും. അവരുടെ ആ ഡീമനിക് ഊർജത്തിന് വല്ലാത്തൊരു പവറുണ്ട്. മാർക്കിന്റെ സുമേരു റിങ്ങിനകത്തുള്ള ആളുകൾക്കും ആവശ്യം പോലെ ഡീമനിക് ഊർജം കിട്ടും, മാർക്കിനും കിട്ടും. സകലരുടെ ശക്തി അങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഈ സംഭവവികാസങ്ങൾ അവിടെ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഹോളി റീജിയനകത്ത് കാര്യമായ ചർച്ച നടക്കുന്നുണ്ട്. പർഗേറ്ററിയിൽ എല്ലാ ഭാഗത്തുമായി മോൺസ്റ്റർ റേസ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മോൺസ്റ്റർ റേസ് മാത്രമല്ല ആക്രമണത്തിൽ ഇപ്പൊ കൂടെ ഉള്ളത്, ഗോസ്റ്റ് റേസും ആക്രമിക്കുന്നുണ്ട്, അതുപോലെ ഡീമൺ റേസും ആക്രമിക്കുന്നുണ്ട്. അവർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടായാൽ മനുഷ്യവംശത്തെ അവർ മൂന്നും കൂടി ചേർന്ന് ഇല്ലാതാക്കും. ഈ ചർച്ച ഹോളി റീജിയനിൽ വ്യാപകമാകാനുള്ള കാരണം ആക്രമണങ്ങളിൽ പലതും നടക്കുന്നത് പർഗേറ്ററിയിലാണ്. പർഗേറ്ററി എന്ന ഗാലക്സി വീണാൽ ഹോളി റീജിയൻ സ്ഥിതി ചെയ്യുന്ന ഗാലക്സിയിലേക്ക് ആ മോൺസ്റ്റേഴ്സും ഡീമനുകളും അതുപോലെ ഗോസ്റ്റുകളും എത്തും. 3 ഏലിയൻ റേസുകളാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത ഹോളി റീജിയൻകാർ അതിശക്തരായ ആളുകളെ ഹോളി റീജിയനിൽ നിന്ന് ടെലിപ്പോർട്ടേഷൻ വഴി അവിടെ ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ എത്തിച്ചു. ഈ വിവരം മാർക്ക് ഫെല്ലർ അറിഞ്ഞു. ഇപ്പൊ മാർക്ക് അതിശക്തനാണ്. ആ വിവരം അറിഞ്ഞത് മാർക്ക് അങ്കിൾ ഗുവാനോട് പറഞ്ഞു, അങ്കിൾ ഞാൻ ഹോളി റീജിയനിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാർക്ക് ആ വിവരം ആ സുമേരു റിങ്ങിലെ എല്ലാവരുമായി പങ്കുവച്ചു. ഹോളി റീജിയനിൽ വന്നിട്ട് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാൻ താല്പര്യമുള്ളവർ ആരൊക്കെയാണ്, സുമേരു റിങ്ങിനകത്ത് തന്നെ കഴിയാൻ താല്പര്യമുള്ളവർ ആരൊക്കെയാണ്. ജീനയും പിയാവോയും ഉൾപ്പെടെയുള്ള ടീം സുമേരു റിങ്ങിന് അകത്ത് കഴിയാൻ താല്പര്യം കാണിച്ചപ്പോൾ ചാങ് റേയും മിലിയും അങ്കിൾ ഗുവാനും അതുപോലെ ചാങ് മാങ്ങും മറ്റ് അനവധി ആളുകളും ഹോളി റീജിയനകത്ത് സ്വതന്ത്രമായി നിൽക്കാനുള്ള താല്പര്യമാണ് കാണിച്ചത്. എന്തായാലും അവസാനം ആ തീരുമാനം അവരെല്ലാവരും കൂടി ചേർന്നെടുത്തു. ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം വഴി ഹോളി റീജിയനിലേക്ക് പോകാനുള്ള തീരുമാനം. ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ബ്ലാക്ക് കോണ്ടിനെന്റിലാണ്. ആ ബ്ലാക്ക് കോണ്ടിനെന്റിലെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഹോളി റീജിയനിൽ നിന്ന് ആളുകൾ വരുന്നത്. ഹോളി റീജിയനിൽ ഇഷ്ടംപോലെ എനർജി സോഴ്സുകൾ ഉള്ളത് കൊണ്ടാണ് അവർക്ക് വളരെ വേഗം ഇവിടെ ഈ ബ്ലാക്ക് കോണ്ടിനെന്റിൽ എത്താൻ പറ്റുന്നത്. ഈ ബ്ലാക്ക് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് പർഗേറ്ററിയുടെ ഭാഗമാണ്.
അവിടെ റിസോഴ്സസ് കുറവാണ്. റിസോഴ്സസ് കുറവായതുകൊണ്ട് അവിടെയുള്ള പ്ലാറ്റ്ഫോം വഴി ഒരു കാരണവശാലും അവിടെയുള്ള ആളുകൾക്ക് തിരിച്ച് ഹോളി റീജിയനിലേക്ക് ചെല്ലാൻ പറ്റില്ല. ആ കാര്യം ഹോളി റീജിയൻകാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറഗേറ്റിലെ ആളുകൾക്ക് ഹോളി റീജിയനിലേക്ക് മടങ്ങി ചെല്ലാൻ പറ്റാത്തത്. ഹോളി റീജിയൻകാർക്ക് പറഗേറ്റിലേക്ക് ആളുകളെ നാടുകടത്താൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഇഷ്ടംപോലെ ഊർജ്ജം ഉപയോഗിച്ച് അവർ ടെലിപ്പോർട്ടേഷൻ വഴി അവരിവിടെ എത്തിക്കും. അതോടുകൂടി അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പക്ഷെ ഇപ്പോ മാർക്ക് ഫെല്ലറുടെ കഥ അങ്ങനെയല്ല. മാർക്ക് ഫെല്ലറുടെ കയ്യിൽ ജീനയുടെ ആ ജി കുടുംബത്തിന്റെ എനർജി സോഴ്സ് ഉണ്ട്. അതുപോലെ ക്യൂനിൻ കുടുംബത്തിന്റെ ആ സ്പിരിറ്റ് ട്രീയും ഉണ്ട്. ഇഷ്ടംപോലെ എനർജി എവിടെ നിന്നും വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ആ ട്രീക്കുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് ഇഷ്ടം പോലെ ഊർജം സംഹരിച്ചതിന് ശേഷമാണ് മാർക്ക് ഫെല്ലറും ടീമും ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിൽ എത്തിയത്. ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിൽ ടെലിപ്പോർട്ടേഷൻ ഫ്ലാഗുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മാർക്ക് ആ എനർജി ഉപയോഗിച്ച് ആ പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ചെയ്തു. ശരിക്കും ആ എനർജി ഉപയോഗിച്ച് മാർക്ക് ഫെല്ലർ ആ പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ചെയ്തപ്പോൾ ഭൂമിയിൽ നിന്ന് മാർക്ക് ഹോളി റീജിയനിലേക്ക് വന്ന ആ ഒരു ശൈലിയല്ല മാർക്ക് അനുഭവപ്പെട്ടത്. ശരിക്കും പെട്ടെന്ന് മാർക്ക് ചുറ്റും ഒരു വലിയ കറുപ്പങ്ങുണ്ടാവുകയാണ്. ഒരു കറുത്ത പാത്തിലേക്ക് മാർക്കും കടന്നു. മാർക്ക് മാത്രമല്ല, കൂടെയുള്ള എൻ്റെ ടീമും. മാർക്കിന്റെ ആ സുമേരു റിങ്ങിനകത്ത് വേറെയും അനവധി ആളുകളുണ്ട്. സുമേരു റിങ്ങും മാർക്കും പിന്നെ ഷാങ്ങും ടീമും അവരെല്ലാവരും ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിലുണ്ട്. ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം ചലിച്ചു തുടങ്ങുകയാണ്. ശരിക്കും അതിവേഗതയിൽ അത് ചലിക്കണം. എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ആർക്കും അറിയത്തില്ല. ചുറ്റും ഇരുട്ട് മാത്രമാണ്. പക്ഷെ ആ സമയത്ത് മാർക്കിന്റെ ആ ഡിവൈൻ ഐ ആക്ടിവേറ്റ് ആയി. മാർക്കിന് ഇപ്പോൾ ഡിവൈൻ ഐ 2 ശൈലി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ആ സന്യാസിയെ പരിചയപ്പെട്ടതിന് ശേഷം മാർക്ക് കഴിഞ്ഞ 3-4 മാസം കൊണ്ട് നേടിയെടുത്ത ഒരു കപ്പാസിറ്റിയാണ്. ഇമോർട്ടൽ എംബറുടെ ആ സ്ക്രിപ്ചർ മാർക്ക് ഇപ്പൊ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടെന്ന് പറയാം. മാർക്കിന്റെ പവർ എത്രയുണ്ടെന്ന് മാർക്കിന് പോലും അറിയില്ല. പക്ഷെ മാർക്ക് 4th സ്റ്റേജിലെ ഒരു ട്രൂ സെയിന്റ് ആണ്, അത് ഉറപ്പാണ്. പക്ഷെ എന്നാലും മാർക്കിന് 9th ലെവലുകാരെയൊക്കെ നിഷ്പ്രയാസം കൊല്ലാൻ പറ്റും. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ ഡിവൈനായി ഒന്ന് തുറന്നു പിടിച്ചത് വളരെ ദൂരത്തേക്ക് മാർക്കിന് ആ ഇരുട്ടിലൂടെ ആ ഡിവൈൻ ഐയിലൂടെ പലതും കാണാൻ പറ്റുകയാണ്. ശക്തമായ ആ ഡിവൈൻ ഐ മാർക്കിന്റെ കാഴ്ച ഒരുപാട് ദൂരത്തേക്ക് എത്തിച്ചു. എന്നിട്ടും മാർക്കിന് ആ പാത്തിന്റെ അവസാനം കാണാൻ പറ്റുന്നില്ല. മാർക്ക് ആ പാത്തിലൂടെ അങ്ങനെ പാഞ്ഞു പോവുകയാണ്. ചുറ്റും നിൽക്കുന്ന ആളുകളെയൊന്നും ഇപ്പൊ മാർക്കിന് കാണാൻ പറ്റില്ല. ആർക്കും ആരെയും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത. ആ ടെലിപ്പോർട്ടേഷൻ ആവശ്യമായ ഊർജ്ജം മാർക്കിന് സംഘടിപ്പിക്കാൻ പറ്റിയതുകൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം അങ്ങ് പാഞ്ഞു പോകുന്നത്. എത്ര സമയം ആ യാത്ര തുടർന്നു എന്നുള്ള കാര്യം മാർക്കിന് അറിയില്ല. എപ്പോഴോ ആ പ്ലാറ്റ്ഫോം ഒന്ന് നിന്നു. ആ പ്ലാറ്റ്ഫോം ഒന്ന് നിന്നതും സകലരും അറിയാതെ കണ്ണു തുറന്നു പോവുകയാണ്. നല്ല പ്രകാശമുള്ള ഒരു സ്ഥലത്താണ് അവരെത്തിയിരിക്കുന്നത്. ആ പ്രകാശം അവരുടെ പുറത്തേക്ക് വീണപ്പോൾ അവർക്ക് എല്ലാവർക്കും പരിചയമായ ആ ഒരു ഓറ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഹോളി റീജിയൻ്റെതായ ഒരു ഓറ. മാർക്ക് ഫെല്ലർ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തിറങ്ങിയതും അനവധി ആളുകൾ അവിടെ കൂടി വന്നു. ആ പ്ലാറ്റ്ഫോമിന് കാവൽ നിൽക്കുന്ന ഹോളി റീജിയനിലെ ആളുകളാണ് അങ്ങോട്ട് കൂടി വന്നത്. ഓടി വന്ന ആളുകൾ അറിയാതെ നിന്നു പോവുകയാണ്. അവർക്കാർക്കും മറക്കാനാവാത്ത ആ രൂപം ഇതാ അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. സാക്ഷാൽ മാർക്ക് ഫെല്ലർ. മാർക്ക്, നിന്നെ ഇവിടുന്ന് നാട് കടത്തിയതല്ലേ? എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത്? നിന്നെ ഇപ്പൊ തന്നെ ഞാൻ പിടിച്ചു കെട്ടി നീ കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ പറഞ്ഞത് നീ കുടുംബത്തിലെ ഒരു യോദ്ധാവാണ്. അങ്ങനെ അയാൾ പറഞ്ഞെന്ന് മാത്രമല്ല, അയാൾ മുന്നോട്ട് ഒന്ന് കുതിച്ചു വരികയും ചെയ്തു. അത് കണ്ട മാർക്ക് തന്റെ കൈയൊന്ന് സാവധാനം ഉയർത്തി. ആ നിമിഷത്തിൽ അതിശക്തമായ ഒരു തീ മാർക്കിന്റെ കയ്യിൽ നിന്ന് പാഞ്ഞ് താഴേക്ക് വന്നു. ഓടി വന്ന ആ യോദ്ധാവ് ആ നിമിഷം അങ്ങ് അപ്രത്യക്ഷമായി. ആ കാഴ്ച പുറകെ ഓടി വരുന്ന ആളുകൾ കണ്ടു. പെട്ടെന്ന് അവർ പുറകോട്ട് ഓടി മാറി. മാർക്ക് ഫെല്ലർ മടങ്ങി വന്നിരിക്കുന്നത് വൻ ശക്തിയിലാണ്. ആ സംഘം ഓടിപ്പോകുന്ന കണ്ടതും മാർക്ക് തിരിഞ്ഞ് തന്റെ കൂടെ വന്ന ആളുകളോട് പറഞ്ഞു, ഞാനേ ബ്ലാക്ക് കുടുംബത്തിലേക്ക് പോവുകയാണ്. ബ്ലാക്ക് കുടുംബത്തിലേക്ക് പോകാൻ ബാക്കിയുള്ള ആരും തയ്യാറല്ല. അവർ ഓരോരുത്തരും അവരുടെ വഴിക്ക് തിരിഞ്ഞു. ജൂന്റെ ലക്ഷ്യം തണ്ടർ കോർട്ട്യാർഡാണ്. മാർക്ക് ഫെല്ലർ ബ്ലാക്ക് കുടുംബത്തിലേക്കാണ് പോകുന്നത്. അവിടെ പ്രശ്നമുണ്ടാകാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. ജൂൻ ഒരിക്കലും ബ്ലാക്ക് കുടുംബത്തിനകത്ത് മാർക്കിനെ സഹായിക്കാൻ പറ്റില്ല. സഹായിക്കാൻ കഴിയുന്ന ആള് സാക്ഷാൽ ഡീൻ ലീ ആണ്. ഡീൻ ലീയോടും ഫ്ലവർ ഗ്രാനിയോടും കാര്യം പറയണം. അതിനുവേണ്ടി ജൂ അതിവേഗം തന്റെ കോർട്ട്യാർഡിലേക്ക് കുതിച്ചു. ചാങ് മാങ്ങിനും ഒന്നും ചെയ്യാനില്ല. ചാങ് മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ അതിവേഗം ആ ബ്ലാക്ക് കുടുംബത്തിന്റെ വസതിയിലേക്ക് തിരിച്ചു. ബ്ലാക്ക് കുടുംബത്തിന്റെ പ്രധാന വസതിക്ക് മുന്നിലെത്തിയ മാർക്ക് ഫെല്ലർ താഴെ ആ ഗേറ്റിനടുത്ത് നിന്നിട്ട് ഉറക്കെ പറഞ്ഞു, ഞാൻ മാർക്ക് ഫെല്ലർ ബ്ലാക്ക് കുടുംബത്തിന്റെ മുൻവശത്ത് നിൽക്കുകയാണ്. എനിക്ക് നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പ്ലീസ് കം.
ഉറക്കെ നല്ല മുഴക്കമുള്ള ശബ്ദത്തിൽ മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും ബ്ലാക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തേക്കും ആ വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങ് ഡോങ് ഹുവാങ് മലനിരകളിലുള്ള സാക്ഷൽ എമിലി ബ്ലാക്കും ആ ശബ്ദം കേട്ടു. എമിലി ബ്ലാക്ക് ആ നിമിഷം ചാടി എണീക്കുകയാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ മുൻവശത്ത് സാക്ഷൽ മാർക്ക് ഫെല്ലർ ഇതാ 100 വർഷങ്ങളാകാറായപ്പോ എത്തിയിരിക്കുകയാണ്. എമിലി ബ്ലാക്ക് ഡോങ് ഹുവാങ്ങിൽ നിന്ന് ഒരൊറ്റ കുതിപ്പ്. അവളുടെ തൊട്ടുപുറകെ അങ്കിൾ യാനുമുണ്ട്. അവർ അതിവേഗം ആ ബ്ലാക്ക് കുടുംബത്തേക്ക് തിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ അവിടെ ബ്ലാക്ക് കുടുംബത്തിന്റെ ഗേറ്റിന് മുന്നിൽ മാർക്ക് ഫെല്ലർ അങ്ങനെ നിൽക്കുകയാണ്. കുറെ നേരമായിട്ടും അവിടെ ആരെയും കാണാതെ വന്നതും മാർക്ക് ഫെല്ലർ ഗേറ്റിന് മുൻവശത്ത് നിന്ന് ഒരൊറ്റ കുതിപ്പ്. മാർക്ക് മുകളിലേക്ക് ജമ്പ് ചെയ്യുകയായിരുന്നു. മാർക്കിന് ഇപ്പൊ ഈസി ആയിട്ട് മുകളിലേക്ക് പറക്കാൻ പറ്റുമല്ലോ. ജമ്പ് ചെയ്ത മാർക്ക് ആ കോമ്പൗണ്ടിനകത്തേക്ക് കാല് വെച്ചതും താഴെയുള്ള കല്ലുകൾ ഒന്ന് ഇളകി. മാർക്ക് നോക്കി നിൽക്കേ ആ കല്ലുകളൊക്കെ പെട്ടെന്ന് യോദ്ധാക്കളായ അതിശക്തമായ ഒരു ഫോർമേഷൻ ആ ബ്ലാക്ക് കുടുംബത്തിന്റെ പ്രധാന വസതിക്ക് ചുറ്റും ഉണ്ടെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. അതിശക്തരായ യോദ്ധാക്കളുടെ ഒരു വൻനിര. മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ ആ യോദ്ധാക്കളെ അങ്ങ് നോക്കുമ്പോൾ നല്ല മുഴക്കമുള്ള ഒരു ശബ്ദം മാർക്കിനെ തേടി വന്നു. മാർക്ക്, നിന്നെ ഇവിടെ നിന്ന് നാട് കടത്തിയതല്ലേ? പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത്? ശബ്ദം കേട്ട ഭാഗത്തേക്ക് മാർക്ക് നോക്കുമ്പോൾ അതിശക്തനായ ഒരു യോദ്ധാവ് മാർക്കിനെതിരെ നടന്നു വരികയാണ്. ലേശം പ്രായമുള്ള വ്യക്തിയാണ്, ഒരു സീനിയർ ആണെന്ന് വ്യക്തമാണ്. അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാള് ആ ബ്ലാക്ക് കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. മാർക്ക് അയാളെ നോക്കി ഒന്ന് തൊഴുതു. ഞാൻ അരമണിക്കൂറായിട്ട് ഈ ഗേറ്റ് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. ഞാൻ കാവൽക്കാരോട് എന്നെ അകത്തേക്ക് കടത്തിവിടാൻ ആവശ്യപ്പെട്ടതാണ്, പക്ഷെ ആരും കടത്തിവിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് വന്നത്. അനുവാദമില്ലാതെ അകത്ത് കിടന്നിട്ട് തർക്കുത്തരം പറയുന്നു. അങ്ങനെ പറഞ്ഞ ആ വ്യക്തി കൈയൊന്ന് ഉയർത്തിയതും അവിടേക്ക് പെട്ടെന്ന് എമിലി ബ്ലാക്ക് എത്തി. അവിടെ എത്തി എമിലി ബ്ലാക്ക് ആ വ്യക്തിയെ ഒന്ന് തൊഴുതിട്ട് അയാളോട് പറഞ്ഞു, ക്ഷമിക്കണം, മാർക്ക് ഫെല്ലർ പറഞ്ഞത് കേട്ടില്ലേ? മാർക്ക് അരമണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഞാനും മാർക്കിന്റെ അനൗൺസ്മെന്റ് കേട്ടിരുന്നു. നമ്മൾ മാർക്കിനെ സ്വീകരിക്കേണ്ടതിന് പകരം മാർക്കിനെ എതിർക്കുന്നത് ശരിയല്ല. ഇത് നിനക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാർക്കിനെ ഇവിടെ നിന്ന് നാട് കടത്തിയതാണ്. അവൻ അനുവാദം ഇല്ലാതെ ഇവിടേക്ക് വന്നത് തെറ്റ് തന്നെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മാർക്കിനെ ആക്രമിക്കാനായിട്ട് കൈയൊന്നുയർത്തിയതും എമിലി അയാളോട് പറഞ്ഞു, അങ്കിൾ ഈ ചെയ്യുന്നത് ശരിയല്ല. എനിക്ക് മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. എമിലി, നീ മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്താൽ നീയും ആക്രമിക്കപ്പെടും. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൈയൊന്ന് ആകാശത്തേക്ക് ഉയർത്തിയതും ആകാശത്തേക്ക് അതിശക്തമായ പ്രകാശം അയാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. ശരിക്കും അതിശക്തമായ പ്രകാശം ആകാശത്തെ രണ്ടായി പിളർത്തി എന്ന് പറയാം. രണ്ടായി പിളർത്തിയ ആ പ്രകാശം അതിവേഗം താഴേക്ക് പാഞ്ഞു വന്നതും എമിലി ബ്ലാക്ക് അവളുടെ ഇടത് കൈ ഒന്ന് അനക്കി. പെട്ടെന്ന് അവളുടെ ഇടത് കൈയിൽ നിന്ന് ശക്തമായ ഒരു പ്രകാശം ആകാശത്ത് നിന്ന് താഴേക്ക് വരുന്ന ആ പ്രകാശവുമായി ഒന്ന് കൂട്ടിമുട്ടി. ആ നിമിഷത്തിൽ ആകാശത്ത് നിന്ന് താഴേക്ക് വന്ന പ്രകാശത്തെ എമിലിയുടെ ആ പ്രകാശം തടുക്കുകയും ചെയ്തു. ഈ കാഴ്ച അവിടേക്ക് ഓടി വന്നിരുന്ന ഒരുപാട് യോദ്ധാക്കളെ തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചത്. ഇപ്പോ അവിടെ ഒരു 100 കണക്കിന് യോദ്ധാക്കളുണ്ട്. അവരൊക്കെ കൗതുകത്തോടെ ആ കാഴ്ച കാണുകയാണ്. സെയിന്റസ് ബ്ലാക്ക് ഇതാ അവിടുത്തെ ബ്ലാക്ക് കുടുംബത്തിലെ ഒരു സീനിയറുമായി ഏറ്റുമുട്ടുകയാണ്. മാർക്കിന്റെ മുഖത്ത് ഒരു കൗതുകം. ശരിക്കും മാർക്ക് ആ അറ്റാക്കിനെ ഫേസ് ചെയ്യാൻ പോയപ്പോഴാണ് ഇടയ്ക്ക് എമിലി ബ്ലാക്ക് കയറി വന്നത്. എമിലി തന്റെ പ്രകാശത്തെ തടുത്ത കണ്ടതും അയാൾ എമിലിയോട് പറഞ്ഞു, ഓഹോ, സെയിന്റസിന് എത്ര ധിക്കാരമോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളുടെ കൈ ഒന്ന് മുന്നോട്ടാക്കിയതും ശരിക്കും അനവധി താമരകൾ പോലെ പ്രകാശം താമര രൂപത്തിൽ മാർക്ക് ഫെല്ലർക്ക് പാഞ്ഞു വരികയാണ്. ആ നിമിഷത്തിൽ എമിലി ബ്ലാക്ക് അവളുടെ വലത് കൈ വൃത്താകൃതിയിൽ ഒന്ന് ചുഴറ്റി. ശരിക്കും ഒരു ചുഴി എമിലിയുടെ ആ കൈ അനക്കത്തിൽ പെട്ടെന്നുണ്ടായി. ആ ചുഴി അവൾക്കും മാർക്കിനെതിരെ പാഞ്ഞു വരുന്ന ആ താമരകളെ ഒന്നാകെ അങ്ങ് വിഴുങ്ങി. ശരിക്കും ആ ചുഴിക്കകത്തേക്ക് ആ താമരകൾ വിഴുങ്ങപ്പെട്ടതും ആ താമരകൾ തന്റെ ഊർജം കൊണ്ട് സൃഷ്ടിച്ച ആ പ്രായമുള്ള ആ യോദ്ധാവ് തെറിച്ച് ദൂരേക്ക് വീണു. അയാൾക്ക് ഒരു വിറയൽ. അയാള് അമ്പരപ്പോടെ ഒന്ന് ചാടി എണീറ്റു. അയാള് ബ്ലാക്ക് കുടുംബത്തിലെ അതിശക്തനാണ്. അയാൾക്ക് ഒരു കൊച്ചു പെൺകുട്ടിയോട് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ 2 കൈയും ഒന്ന് കുടഞ്ഞതും അയാൾക്ക് ചുറ്റും ഒരു വലിയ ഓറയുണ്ടായി. പക്ഷെ ആ നിമിഷത്തിൽ അയാളുടെ ബോഡിയിൽ ഒരാൾ തൊട്ടു. അയാൾ ആ ബോഡി തൊട്ടതും അയാൾ ആ ശബ്ദം കേൾക്കുകയും ചെയ്തു, ടിയാൻലോങ് മതി. അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയെ മാർക്ക് ഫെല്ലർ കണ്ടു. അത് സാക്ഷാൽ ഗുവാൻ ബ്ലാക്ക് ആണ്. മാർക്കിനെ പണ്ടൊരു തവണ നേരിട്ട അതേ ഗുവാൻ ബ്ലാക്ക്. അയാൾ അതിശക്തനാണ്. ട്രൂ സെന്റിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ആ ഗുവാൻ ബ്ലാക്ക് മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, നിനക്ക് തൽക്കാലം ഇവിടെ തുടരാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൂടുതലൊന്നും പറയാതെ
ടിയാൻ ലോങ്ങുമായി അതിവേഗം നടന്നു പോവുകയും ചെയ്തു. ടിയാൻ ലോങ്ങുമായി അങ്കിൾ ഗുവാൻ നടന്നു പോകുന്ന കണ്ടതും എമിലി ബ്ലാക്ക് ഓടി വന്ന് മാർക്കിന്റെ കയ്യിലേക്ക് പിടിച്ചു. മാർക്കിന്റെ കയ്യിൽ എമിലി പിടിച്ചതും മാർക്ക് എമിലിയെ ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടുകളിൽ മാർക്കിന്റെ ചുണ്ടൊന്നമർത്തി. ശരിക്കൊരു ഗാഢമായ ചുംബനം. ഈ കാഴ്ച ഒരുപാട് ആളുകൾ കാണുകയാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ സെയിന്റസ് ബ്ലാക്ക് ഇതാ ഒരു ചെറുപ്പക്കാരനെ പരസ്യമായി സകലരെയും കാണുകയും ചുംബിക്കുകയാണ്. ആ ചുംബനം ഏതാനും മിനിറ്റ് നേരം നീണ്ടു നിന്നു പറയാം. എമിലിക്ക് വല്ലാത്തൊരു ചമ്മലുണ്ട്. ഇത്രയും ആളുകൾ കാണുകയും പരസ്യമായി ഒരു പുരുഷൻ അവളെ ചുംബിക്കുമ്പോൾ സ്വാഭാവികമായി അവൾക്കൊരു ചമ്മലുണ്ടാകുമല്ലോ. ശരിക്കും എമിലിയുടെ പുറകിൽ അങ്കിൾ യാനുണ്ട്. അങ്കിൾ യാനിനും ഒരു ചമ്മലുണ്ട്. ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് മാർക്ക് ഫില്ലറും എമിലി ബ്ലാക്കും അങ്ങനെ ചുംബിക്കുന്നത് സ്വാഭാവികമായും ഒരു വിഷയം ഉണ്ടാകുമെന്നറിയാം. അങ്കിൾ യാൻ ഒന്ന് ചുമച്ചു. അങ്കിൾ യാൻ അങ്ങനെ ചുമച്ചതും മാർക്കും എമിലിയും വേർപെട്ടു. മാർക്ക് തിരിഞ്ഞ് അങ്കിൾ യാനോട് പറഞ്ഞു, സോറി അങ്കിൾ, എമിലി പെട്ടെന്ന് കണ്ടപ്പോൾ ഓക്കെ എനിക്ക് മനസ്സിലാവും, നമുക്ക് തൽക്കാലം നമ്മുടെ മൗണ്ട് ഡോങ്ഹോങ്ങിലേക്ക് പോവാം. ഉടൻ തന്നെ അങ്കിൾ യാനും മാർക്ക് ഫില്ലറും എമിലി ബ്ലാക്കും അതിവേഗം ആ മൗണ്ട് ഡോങ്ഹോങ്ങിലേക്ക് തിരിച്ചു. അങ്ങനെ തിരിക്കുമ്പോൾ എമിലിയുടെ വലത് കൈ മാർക്കിനെ ഇടത് കൈയിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ശരിക്കും അവൾക്ക് വിലപ്പെട്ട ഒരു നിധി മടക്കി കിട്ടിയ ഒരു ഫീല് അവളുടെ ആ കാര്യത്തിലുണ്ട്. അങ്കിൾ ഗുവാൻ അവിടുന്ന് മടങ്ങുന്നതിന് മുന്നേ അവിടെയുള്ള ആളുകളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അവിടെ കണ്ട കാര്യം ഒരാളും പുറത്തു പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ആ പറയുന്ന ആളെ കൊല്ലുമെന്ന് കൂടി അങ്കിൾ ഗുവാൻ ഒന്ന് വിരട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബ്ലാക്ക് കുടുംബത്തിലെ ആളുകൾ അവിടെ കണ്ട കാഴ്ച അവരുടെ മനസ്സിൽ തന്നെ ഒതുക്കി വെക്കുകയാണ്. എന്നാൽ അങ്കിൾ ഗുവാൻ എത്ര വിചാരിച്ചിട്ടും ചില കാര്യങ്ങൾ മറക്കാൻ പറ്റിയില്ല. മാർക്ക് ഫില്ലർ അവിടെ എത്തിയതും ബ്ലാക്ക് കുടുംബത്തിലേക്ക് കടന്നതും പെട്ടെന്ന് തന്നെ പ്ലാറ്റ്ഫോമിന്റെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ വിവിധ ഫാമിലികളെ അറിയിച്ചു കഴിഞ്ഞു. അതിന് ഫലമുണ്ടായി. ഏതാനും മണിക്കൂറുകൾക്കകം ആ ബ്ലാക്ക് കുടുംബത്തിന്റെ പ്രധാന ഹാളിൽ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെയും പ്രധാനപ്പെട്ട ആളുകൾ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ വിവരം അറിയാതെ മാർക്ക് ഫില്ലറും എമിലി ബ്ലാക്കും വിശേഷങ്ങൾ പങ്കിടുകയാണ്. അവർ രണ്ടുപേരും ഒരേ കിടക്കയിൽ അങ്ങനെ കിടക്കുകയാണ്. മാർക്കിന്റെ നെഞ്ചിൽ തലവച്ച് കിടക്കുന്ന എമിലി മാർക്കിൽ നിന്ന് കഥകൾ എങ്ങനെ കേൾക്കുകയാണ്. മാർക്ക് ആ ബ്ലാക്ക് ഹോളിനകത്ത് വീണതും അവിടുന്ന് അവസാനം കാലങ്ങൾക്ക് ശേഷം രക്ഷപ്പെട്ടതും ക്യൂൻ കുടുംബത്തിനെ കപ്പൽ കണ്ടുമുട്ടുന്നതും അതുവഴി ബ്ലാക്ക് പ്ലാറ്റ്ഫോമിൽ എത്തുന്നതും പിന്നീട് പർഗറ്റയുടെ ഭാഗമാകുന്നതൊക്കെ മാർക്ക് സവിസ്തരം എമിലിയോട് പറയുകയാണ്. ശരിക്കും ആ കഥകൾക്ക് വല്ലാത്തൊരു രസമുണ്ട്. ഒരു ജീവൻ മരണ പോരാട്ടമാണ് മാർക്ക് ഫില്ലർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത്. എമിലി അവളുടെ കഥയും മാർക്കിനോട് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും കഥകൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അങ്കിൾ യാൻ അവിടേക്ക് വന്ന് എമിലിയോട് പറഞ്ഞു, എമിലി, മാർക്കിനെ ഇവിടെ താമസിപ്പിക്കേണ്ട എന്ന ഒരു ഉത്തരവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്കിൾ അതെങ്ങനെ ശരിയാവും? മാർക്കിനെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. എമിലി, നീ കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നോക്ക്. ഇന്ന് മാർക്ക് ഇവിടെ താമസിക്കുന്നത് ശരിയല്ല. അങ്ങനെ അങ്കിൾ യാൻ പറഞ്ഞതും മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, അങ്കിൾ പറയുന്നതാണ് ശരി, ഞാൻ ഇവിടെ തങ്ങുന്നത് ശരിയല്ല. മാർക്കിന് വേണ്ടി ഒരു ഗസ്റ്റ് ഹൗസ് മറ്റൊരു മലയിൽ ശരിക്കും ബ്ലാക്ക് കുടുംബം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്കിൾ യാൻ മാർക്കിനെ ആ മലയിൽ എത്തിച്ചു. ഈ സംഭവവികാസങ്ങൾ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ മറ്റേ സ്ഥലത്ത് ആ ബ്ലാക്ക് കുടുംബത്തിന്റെ പ്രധാന ഹാളിൽ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ ആളുകളും ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. മാർക്ക് ഫില്ലറുടെ മടങ്ങി വരും. മാർക്ക് ഫില്ലറെ തരങ്ങ അവസാനിപ്പിക്കുമെന്ന് നീ കുടുംബത്തിലെ കാരണവർ അതിശക്തമായി പറഞ്ഞതും സെയിന്റസ്കു ഉറക്കൊന്ന് ചിരിച്ചു. അവൾ ചിരിക്കുന്ന കണ്ടതും ആ നീ കുടുംബത്തിന്റെ കാരണവർ സെയിന്റസ്കുവിനോട് ചോദിച്ചു, നീ എന്താ ചിരിച്ചത്? അങ്കിൾ, നീ കുടുംബത്തിന്റെ ആ ഉക്സിയാവയോ മാർക്ക് സകലരെയും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കൊലപ്പെടുത്തിയത്. അങ്ങനെയുള്ള മാർക്കിനെ നേരിടാൻ അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങ് ചിരിച്ചു പോയത്. ഞാൻ അങ്ങേ വിഷമിപ്പിക്കാനോ പ്രകോപിപ്പിക്കാനോ വേണ്ടി ചിരിച്ചതല്ല. ശരിക്കും സെയിന്റസ്കു പറഞ്ഞ വാചകത്തിന്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. എന്തായാലും അവരുടെ ചർച്ച നേരം പുലരും വരെ അങ്ങനെ തുടർന്നു. മാർക്കിനെ അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. മാർക്കിനെ തോൽപ്പിക്കുമ്പോൾ അതെല്ലാവരും അറിയണം. എങ്ങനെ വേണം ആ കാര്യം എന്നതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്ത് അങ്ങ് പോയതാണ്. സകലരും പോയി കഴിഞ്ഞപ്പോൾ 2 ആളുകളാണ് അവശേഷിച്ചത്. ആ 2 പേരിൽ ഒരാൾ ബ്ലാക്ക് കുടുംബത്തിന്റെ കാരണവർ സാക്ഷാൽ ടിയാൻ ബ്ലാക്ക് ആണ്. രണ്ടാമത്തത് ഷീ കുടുംബത്തിന്റെ ആ ലീഡർ സാക്ഷാൽ ഷീ ലീമാൻ ആണ്. ഷീ ലീമാൻ എല്ലാവരും പോയി കഴിഞ്ഞതും ടിയാൻ ബ്ലാക്കിനോട് പറഞ്ഞു, റോഷ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ മറക്കരുത്. ഹ്യൂമൻ റേസ് വേട്ടയാടപ്പെടാൻ പോവുകയാണ്. മോൺസ്റ്റർ റേസും ഗോസ്റ്റ് റേസും അതുപോലെ ആ ഡീമൺ റേസും ഒരുമിച്ച് മനുഷ്യവംശത്തെ ആക്രമിച്ചാൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ശക്തരായ ആളുകൾ വേണം. എൻ്റെ അറിവിൽ അടുത്ത പാത്ത് ഓഫ് ഹെവൻ വരുമ്പോൾ ട്രിബുലേഷൻ സ്റ്റേജിലേക്ക് കടക്കാൻ സാധ്യതയുള്ള യൂത്തുകളുടെ കൂട്ടത്തിൽ ഒരാൾ എൻ്റെ കുടുംബത്തിലെ ഷൈനാണ്. ഇവിടെ എമിലിയുമുണ്ട്. അത് കേട്ടതും ടിയാൻ ബ്ലാക്ക് ലീമാനോട് പറഞ്ഞു, നോക്ക്,
മാർക്ക് ഫെല്ലർക്കും ആ സാധ്യതയുണ്ട്. മാർക്ക് നമ്മൾ ആരും സങ്കല്പിക്കാത്ത വിജയം നേടിയിരിക്കുകയാണ്. നമുക്കിവിടെ ഹോളി റീജിയനിൽ ഇഷ്ടംപോലെ സോഴ്സ് ഉണ്ട്. ഒരു സോഴ്സും ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് മാർക്ക് ഇത്രം വരെ എത്തിയത്. അത് ഒരു ചെറിയ അച്ചീവ്മെന്റ് അല്ല. അതുകൊണ്ട് മാർക്കിനെ വില കുറച്ച് കാണണ്ട. ബ്ലാക്ക് കുടുംബത്തിന്റെ കാരണവർ ടിയാൻ ബ്ലാക്കിന്റെ മനസ്സിലിരിപ്പ് വെളിവാക്കുന്ന ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേട്ടതും ലീമാൻ തന്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ ടിന്ന് പുറത്തേക്ക് എടുത്തു. അയാൾ ആ ടിന് ടിയാൻ ബ്ലാക്കിനെ കാണിച്ചിട്ട് അയാളോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഷീ കുടുംബത്തിന്റെ ഇമോർട്ടൽ എംബറുടെ ഡിവൈൻ സെൻസിന്റെ ഒരു അംശമാണ്. ഈ അംശം ഞാൻ അങ്ങേക്ക് നൽകാം. ഇത് നിങ്ങളുടെ ബ്ലാക്ക് കുടുംബവുമായി യോജിച്ചാൽ പിന്നീട് നിങ്ങളുടെ ശക്തി ഒരുപാട് വർദ്ധിക്കും. ബ്ലാക്ക് കുടുംബത്തിന്റെ ടിയാൻ ബ്ലാക്കിന്റെ മനസ്സ് മറ്റെങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ ഒരു അവസാന ശ്രമം ശരിക്കും ഷീ കുടുംബത്തിലെ ആ അനിശ്ചിതനായ നേതാവ് നടത്തി നോക്കുന്നതാണ്. ഹോളി റീജിയനിലെ യോദ്ധാക്കളും മാർക്ക് ഫെല്ലറും തമ്മിലുള്ള അനിവാര്യമായ ഏറ്റുമുട്ടലിന്റെ സമയം ആഗതമായിരിക്കുകയാണ്. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.